സന്തോഷത്തോടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിന് ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പറയാമോ? കർത്താവ് സഹായിക്കട്ടെ. ദൈവവചനത്തിലേക്ക് പ്രാർത്ഥനയോടെ തിരികെയാണ്. മത്തായിയുടെ സുവിശേഷമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിപ്പാൻ കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് നൽകിയിരിക്കുന്ന വിഷയം. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പരസ്യമായിട്ട് കർത്താവിൻ്റെ ദാസൻ മൈക്കിലൂടെ വായിച്ചു കേൾപ്പിക്കുന്നത് കുറേയും കൂടെ ഉചിതമായിരിക്കും എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങൾ. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഏറ്റവും പരിചയമുള്ളതും ഒരുപാട് ആത്മീയ സത്യങ്ങൾ മറഞ്ഞിരിക്കുന്നതുമായൊരു വേദഭാഗമാണ് ഈ പ്രഥമ രാത്രിയിൽ കർത്താവ് നമ്മളോട് സംസാരിപ്പാൻ എൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവ് നൽകിയിരിക്കുന്ന വിഷയം. അനവധി പ്രസംഗങ്ങൾ മനസ്സിനകത്തുണ്ടെങ്കിൽ പോലും പ്രാർത്ഥനയോടിരിക്കുന്ന ഈ കൂട്ടത്തോട് എന്ത് സംസാരിക്കണമെന്ന് കുറേ നേരം ദൈവത്തോട് സംസാരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ ഭാഗം തന്നെ സംസാരിപ്പാനുള്ള വലിയ നിയോഗം എൻ്റെ ഹൃദയത്തിനകത്ത് ലഭ്യമായിരിക്കുന്ന കാരണത്താൽ പരിമിതമായ സമയത്തിനകത്തുനിന്നുകൊണ്ട് ഇതിനകത്തുള്ള ഒരു ആത്മീയ സത്യം, ഒരു സത്ത ഈ ദേശത്തോട് പറഞ്ഞ് പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം വായിച്ചിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം, മത്തായി എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് 1-2 കാര്യങ്ങളൊക്കെ പറയണം എന്നെൻ്റെ മനസ്സിനകത്തുണ്ടെങ്കിലും അങ്ങനെ നിന്നാൽ നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആദ്യത്തെ കുറേ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് മാറ്റിയിട്ട് 21-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ വീണ്ടും കൊണ്ടുവരികയാണ്. 21-ാമത്തെ അധ്യായത്തെ നാം വായിച്ചിരിക്കുന്ന വാക്യം വരെയുള്ള 22-ാമത്തെ വാക്യം വരെയുള്ള ഭാഗത്തെ 3 ഭാഗങ്ങളായി 3 തട്ടുകളാക്കി ഞാൻ തരംതിരിക്കുന്നു. 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയുള്ള വിഷയം എന്ന് പറയുന്നത് ആരാധ്യനായ യേശുവിനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയാം. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയുള്ള ആ ഭാഗത്തെ ആരാധ്യനായ യേശുവിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. 12-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെയുള്ള സംഭവത്തെ അധികാരമുള്ള യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. 18-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെയുള്ള സംഭവത്തെ ഒരു നല്ല അധ്യാപകനായ യേശുവിനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ കുത്തിവെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ് ആരംഭിക്കുന്നത്. 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ ആരാധ്യനായ യേശു, 12-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ അധികാരമുള്ള യേശു ആണെങ്കിൽ 18-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ ഒരു നല്ല അധ്യാപകനായ യേശുവിനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ആദ്യത്തെ വിഷയത്തിലേക്ക് ഞാൻ വരാം. നാം വായിച്ചിരിക്കുന്ന പാരഗ്രാഫിലേക്ക് അധ്യാപകനായ യേശു എന്നുള്ള ആ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി ദേശത്തിൻ്റെ ചിന്ത എനിക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യത്തെ 2 സംഭവങ്ങൾ എന്ത് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞ അനന്തരം മാത്രമേ വിഷയത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. ആകയാൽ 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയുള്ള ആരാധനായ യേശുവിനെ പ്രാരംഭ സമയം ഞാൻ ഈ ദേശത്തോടൊന്ന് വരച്ച് കാണിക്കാം. എൻ്റെ യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്, അല്ല എൻ്റെ യേശു മാത്രമേ ഉള്ളൂ ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് പറയുന്നത്. സ്തോത്രം. 1000 അപ്പന്മാർ നമുക്കില്ല, നമുക്കൊരൊറ്റ അപ്പനേ ഉള്ളൂ. അതാണ് വാഴ്ത്തപ്പെട്ട കർത്താവ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. എൻ്റെ യേശു ആരാധ്യനായ യേശുവാണോ? അതെ, എൻ്റെ കർത്താവ് ആരാധ്യനായ യേശുവാണ്. ആരാധനയ്ക്ക് തൊട്ടു മുമ്പ് യേശു കർത്താവ് കെട്ടപ്പെട്ട കഴുതിയെ അഴിച്ചു കൊണ്ടുവരാൻ പറയുകയാണ്. ശേഷം അവിടെ ആരാധനയുടെ സൗരഭ്യവാസന ഉയരുകയാണ്. അതുവരെ കൂടിയിരിക്കുന്ന ജനസമൂഹം മുഴുവനും ഇപ്പോൾ അവരുടെ വസ്ത്രങ്ങളെല്ലാം ഊരി വിരിച്ചിട്ട് കുരുത്തോലകളൊക്കെ ഇട്ട് അവിടെയുള്ള വൃക്ഷങ്ങളുടെ ചില്ലുകളെല്ലാം വെട്ടി താഴേക്കിട്ട് യേശുവിന് ഹോഷന്ന പാടുന്ന ആരാധനായ വലിയ സംഭവമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക. അവിടെ നിർത്തിക്കൊണ്ട് യേശു എന്തിന് ഈ ദിവസം തിരഞ്ഞെടുത്തു എന്നൊരു ചിന്ത പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ യേശു തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പെസഹ കൊണ്ടാടുന്ന ദിവസമാണ്. സ്തോത്രം. എൻ്റെ ഒരു കൊച്ചു ചിന്ത ഞാൻ പറയുന്നു. യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയിട്ട് ഏകദേശം 33.5 വർഷത്തോടടുക്കാറായി. നാളിതുവരെയും യേശു ഇങ്ങനൊരു സംഭവത്തിലേക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമായ കാനാവിലെ കല്യാണ വീടിനകത്ത് പച്ചവെള്ളം വീഞ്ഞായ ആ സംഭവ ദിവസം യേശു കഴുതപ്പുറത്ത് വന്നായിരുന്നെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ചിന്ത ഞാൻ നിങ്ങളോട് പറയാം, ആ കല്യാണ വീടിനകത്തുള്ള സകലരും അന്നത്തെ ദിവസം യേശുവിന് ഹോഷന്ന പാടിയനേമായിരുന്നു. പക്ഷേ ആ ദിവസം യേശു അതിനു വേണ്ടി തിരഞ്ഞെടുത്തില്ല. 2,
മരിച്ചുപോയ ലാസർ, കർത്താവിൻ്റെ ദാസൻ അവൻ ഉദ്ഘാടന പ്രസംഗം നടത്താൻ വേണ്ടി എടുത്ത ഭാഗം യോഹന്നാൻ 11-ാമത്തെ അധ്യായത്തിനകത്ത് ലാസർ ഉയർത്ത ദിവസവും ഒരുപക്ഷെ യേശു കഴുതപ്പുറത്ത് വന്നായിരുന്നെങ്കിൽ ആ മരണവീടിനകത്ത് ഈ അത്ഭുതം കണ്ട സകലരും യേശുവിന് ഹോഷന്ന പാടിയനുമായിരുന്നു. പക്ഷേ യേശു ആ ദിവസവും ആരാധ്യനാണെന്ന് വെളിപ്പെടുത്താൻ തിരഞ്ഞെടുത്തില്ല. നിരവധി അത്ഭുതങ്ങൾ യേശു 3.5 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് 1, 2, 3, 4, 5, 6, 7 എന്ന ക്രമത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന 38 അത്ഭുതങ്ങൾ വേദപുസ്തകത്തിൽ റെക്കോർഡിക്കില്ല ദൈവം ചെയ്തിട്ടുണ്ട്. ഈ 38 അത്ഭുതങ്ങളുടെ നടുവിലൊന്നും അവൻ ആരാധനാണെന്ന് വെളിപ്പെടാൻ പാകത്തിലുള്ള അന്തരീക്ഷം യേശു കർത്താവ് ഒരുക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പെസഹ കൊണ്ടാടുന്ന ദിവസം മാത്രം യേശു ആരാധ്യനാണെന്നൊന്ന് ജനത്തോട് വെളിപ്പെടുത്താൻ അവനൊരു കഴുതപ്പുറത്ത് വരികയാണ്. യേശുവിനെ തട്ടി വിളിച്ച് ഇന്ന് രാത്രി ചോദിക്കാം, കർത്താവേ, ഈ ഒരു ദിവസം നീ എന്താ തിരഞ്ഞെടുക്കാൻ കാരണം? അവിടെ ഒരു ആത്മീയ മർമ്മം മറഞ്ഞു കിടക്കുകയാണ്. നാട് മൊത്തവും യെരുശലേമിനകത്ത് വരുന്നത് പ്രധാനപ്പെട്ട 3 പെരുന്നാളുകൾക്കകത്താണ്. വേദപുസ്തകം നന്നായിട്ട് പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം, ചിതറിപ്പാർക്കുന്ന സകല യഹൂദന്മാരും വിജാതിയിലുൾപ്പെടെ യെരുശലേം എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് കൂടി വരുന്നത് പ്രധാനപ്പെട്ട 3 ഉത്സവങ്ങൾക്കാണ്. ഒന്നാമത്തെ ഉത്സവം എന്ന് പറയുന്നത് പെസഹായുടെ പെരുന്നാൾ വരുമ്പോൾ ഇവർ യെരുശലേമിനകത്ത് കൂടി വരാറുണ്ട്. 2, കൂടാരപ്പെരുന്നാൾ വരുന്ന ദിവസം ഇവർ യെരുശലേമിനകത്ത് എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട്. 3, പെന്തക്കോസ് ഡേ, ആ പെരുന്നാൾ വരുമ്പോൾ നാട് മൊത്തവും അത് യെരുശലേമിനകത്ത് കൂടി വന്നൊരു മഹാപെരുന്നാളിൻ്റെ ദിവസമായിരിക്കും അവർക്ക്. 3 ഉത്സവത്തിന് മാത്രമേ നാട് മൊത്തവും യെരുശലേമിനകത്ത് കൂടി വരാറുള്ളൂ. നമ്മുടെ ഒരു ലോക്കൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടേജ് മീറ്റിങ്ങിന് അങ്ങനെ എല്ലാവരും പോകാറില്ല, പക്ഷെ സെൻട്രൽ കൺവെൻഷൻ എല്ലാവരും വരാറുണ്ട് എന്നതുപോലെ തന്നെ ഈ 3 ഉത്സവങ്ങൾക്കാണ്, ഈ 3 പെരുന്നാളുകൾക്കാണ് ജനം മൊത്തവും യെരുശലേമിനകത്ത് കൂടി വരുന്നത്. അപ്പോൾ യേശുവിനോട് ചോദിക്കുക, കർത്താവ്, ഈ ദിവസം തന്നെ നീ തിരഞ്ഞെടുക്കാൻ കാരണം? യേശു പറഞ്ഞു, എന്നെ ആരാധിക്കേണ്ടത് ഒരു ഗ്രൂപ്പ് മാത്രമല്ല, ഒരു വിഭാഗം മാത്രമല്ല, നാട് മൊത്തവുമുള്ളവർ എന്നെ ആരാധിക്കാൻ പാകത്തിൽ ഒരു ദിവസമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ അടിവരയിട്ട് ഞാൻ പറയാം, യേശു അങ്ങനെ ഒരു മതത്തിൻ്റെ മാത്രം ദൈവമല്ല, ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആരാധ്യനല്ല യേശു കർത്താവ്. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിനകത്തിരിക്കുന്നവർ ആത്മാവിൽ വിശ്വസിച്ചിട്ട് പറയണോ, എൻ്റെ യേശു സകലരാലും ആരാധിക്കപ്പെടാൻ യോഗ്യനാണ്, അവൻ മാത്രമേ ഉള്ളൂ ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. ആകയാൽ വിജാതിയിൽ ഉൾപ്പെടെ സകലരും യേശുവിനെ ആരാധിക്കണമെന്ന് കർത്താവിൻ്റെ മനസ്സിൽ കിടക്കുന്ന വലിയ താല്പര്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ പെസഹായുടെ ദിവസം കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ഇനിയും കേൾക്കണം, ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്. ഈടുറ്റൊരു ചിന്ത ഞാൻ പറയാം. സൃഷ്ടിയെ ആരാധിക്കരുത്, സൃഷ്ടികർത്താവായ ദൈവത്തെ ആരാധിക്കണം. മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കരുത്. സ്തോത്രം, സാക്ഷാൽ ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കണം. 3, ലോകത്തെ ആരാധിക്കരുത്, ലോകവും അതിലുള്ള സകലതും പടച്ചുണ്ടാക്കിയ പടച്ച തമ്പുരാനെ വേണം നമുക്ക് ആരാധിക്കാൻ. ഇവിടെയാണ് ആരാധിക്കണം, ആരെ ആരാധിക്കരുത് എന്നുള്ള ചിന്ത വരുന്നത്. വേദപുസ്തകത്തിനകത്ത് മനോഹരമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം എടുക്കേണ്ട പോലും ആവശ്യമില്ല, കാണാതറിയാവുന്ന വാക്യം എങ്ങനെയാണ്? തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ശക്തമായതും ഗൗരവമേറിയതുമായ 10 കൽപ്പനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഈടുറ്റൊരു കൽപ്പന ഇങ്ങനെയാണ് കിടക്കുന്നത്: ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ നിങ്ങൾ യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയും അരുത്. നമസ്കരിക്കുക എന്നുള്ള പദം അടിവരയിട്ട് സൂക്ഷിക്കണം. നമസ്കരിക്കുക എന്നുള്ള വാക്കിൻ്റെ ശരിയായ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നാണ്. അപ്പോൾ എന്തിനെ ആരാധിക്കണം, എന്തിനെ ആരാധിക്കരുത്? ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ നിങ്ങൾ യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയും അരുത് എന്ന് പറഞ്ഞാൽ നീ ആരാധിക്കേണ്ടത് സൃഷ്ടിയല്ല, സൃഷ്ടികർത്താവായ ദൈവത്തെയാണ് നീ ആരാധിക്കേണ്ടത്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. ഇനി യേശു കർത്താവ് പുതിയ നിയമ പുസ്തകത്താളുകൾക്കകത്തേക്ക് വരുമ്പോൾ എൻ്റെ യേശു കർത്താവ് യോഹന്നാൻ 4-ാമത്തെ അധ്യായത്തിനകത്ത് ഇരിക്കുന്ന ഒരു ശമരിയക്കാരി സ്ത്രീയെടുത്ത് സംഭാഷിച്ചു വന്നു കഴിഞ്ഞ അനന്തരം അവളെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവനൊരു യജമാനനാണ്. പിന്നെ പറയുന്നു ഇവനൊരു പ്രവാചകനാണ്. സംഭവത്തിൻ്റെ ക്ലൈമാക്സ് ഭാഗത്തിനകത്തേക്ക് വരുമ്പോൾ എൻ്റെ യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി അവൾ പറയുന്നൊരു പദമുണ്ട്: യജമാനനെ, ഞങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലാണ്. പക്ഷെ അവൾ പറയുന്ന അടുത്ത പദം, നിങ്ങൾ ആരാധിക്കുന്ന യെരുശലേമിലാണെന്നറിയാം, ഞങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലാണ്. യേശു 2 പദത്തെയും അടർത്തിയെടുത്തിട്ട് പറഞ്ഞു, സഹോദരി, അങ്ങനെ ആ മലയിലുമല്ല യെരുശലേമിലുമല്ല, സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും വേണം ദൈവത്തെ ആരാധിക്കാൻ എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെയും ആരാധിക്കുക, നമസ്കരിക്കുക എന്നുള്ള പദമാണ് കിടക്കുന്നത്. ആ പദത്തിൻ്റെ ശരിയായ ട്രാൻസ്ലേഷനാണ് ആരാധിക്കുക എന്നുള്ളത്.
ആമേൻ. മലയാളത്തിൻ്റെ അർത്ഥം ആരാധിക്കുക എന്നാണെങ്കിൽ ഇംഗ്ലീഷ് ആ ട്രാൻസ്ലേഷനകത്ത് വരുമ്പോൾ അത് വർഷിപ്പ് എന്നാണ് കിടക്കുന്നത്. വർഷിപ്പ് ചെയ്യുക. ആരെ ആരാധിക്കണം? ആ മലയിലുമല്ല യെരൂശലേമിലുമല്ല സത്യ നമസ്കാരികൾ, സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കുക, നമസ്കരിക്കുക, വർഷിപ്പ് ചെയ്യുക. എന്നാൽ അവിടെ നമസ്കരിക്കുക എന്ന് കിടക്കുന്ന പദത്തിൻ്റെ ഗ്രീക്ക് ഭാഷ എന്ന് പറയുന്നത് പ്രസ്കോനിയോ എന്ന് പറയുന്ന ഒരു പദമാണ് കിടക്കുന്നത്. പ്രസ്കോനിയോ, സ്തോത്രം. ഇതിനകത്ത് വേദപുസ്തകം നന്നായിട്ട് പഠിക്കുന്ന ദൈവമക്കളുണ്ട്. നിങ്ങൾക്കറിയാം ആ പദത്തിൻ്റെ അർത്ഥം അനേകം അർത്ഥങ്ങളാൽ നിപുണമാണ് പ്രസ്കോനിയോ എന്ന് പറയുന്ന പദം എന്ന് പറയുന്നത്. ഈ പ്രസ്കോനിയോ എന്ന് പറയുന്ന പദത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഞാൻ പറയാം. എല്ലാ അർത്ഥങ്ങളും കൂടെ പറയാൻ നിന്ന് നമുക്ക് സമയം തികയുകയില്ല. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് യേശുവിൻ്റെ കരം പിടിക്കുക, അവനെ ചുംബിച്ച് ആരാധിക്കുക. ഞാനത് പറയുമ്പോൾ എനിക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ പോകാൻ നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാവനയ്ക്കകത്ത് നിങ്ങൾ കണ്ടാൽ മതി. യേശുവിൻ്റെ കരം പിടിക്കുക, ചുംബിക്കുക, തുരുതുരാ അവനെ ആരാധിക്കുക. ഇതാണ് പ്രസ്കോനിയുടെ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ആരാധന എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കരം പിടിച്ച് ചുംബിച്ച് ആരാധിക്കുന്ന ഈ ആരാധനയുടെ റലം എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണുമ്പോഴേ കുപ്പായം ധരിച്ചവരെ കരം പിടിക്കുക, ചുംബിക്കുക, ആരാധിക്കുക. അബദ്ധം പറ്റി. ആർക്ക്? കൊടുക്കുന്നവനും മേടിക്കുന്നവനും അബദ്ധം പറ്റി. അതെന്താ? പ്രസ്കോനിയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയാണ്. അത് മനുഷ്യന് കൊടുക്കുന്നവനെ ദൈവത്തിന് അന്നും ഇഷ്ടമല്ല, ഇന്നും തീരെയും ഇഷ്ടമല്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. ഇനി പ്രസ്കോനിയുടെ രണ്ടാമത്തെ അർത്ഥം കേൾക്കണം. മുട്ടുകുത്തുക. തലയുടെ അഗ്രം കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദത്തിൽ കുമ്പിട്ട് ആരാധിക്കുക. ഭാരതത്തിനകത്ത് 26 മതങ്ങളിൽ ഒരു മതം അത്തരത്തിലുള്ള ആരാധന നടത്തുന്നുണ്ട്. മുട്ടുകുത്തി ഭൂമിയിലേക്ക് തല കുമ്പിട്ട് ആരാധിക്കുന്ന ആരാധനയുടെ റലം എന്ന് പറയുന്നത്. അബദ്ധം പറ്റി. ആർക്ക്? നമുക്ക്. അവർ 3 നേരവും 5 നേരവും ഒക്കെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും കസേരയിൽ ഇങ്ങനെ ടാറ്റ കാണിക്കുക. സ്തോത്രം പാസ്റ്റേ, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് മഹത്വം, ആമേൻ. പ്രസ്കോനി എന്ന് പറയുന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ശരീരം ഉടച്ച് ആരാധിക്കുക. യജമാനന്റെ കാലിൽ ഒരു നായ് നക്കി സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയാണ് പ്രസ്കോനിയോ എന്ന് പറയുന്നത്. കനാനി സ്ത്രീയൊക്കെ ചെയ്തത് അതാണ്. അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ പാദത്തിൽ ചുംബിച്ച് തുരുതുര ആരാധിക്കുന്ന ആരാധനയാണ്. ആ ഭാഗത്തെ ഞാൻ അങ്ങ് വിടട്ടെ. ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്? സൃഷ്ടിയെ ആരാധിക്കരുത്, സൃഷ്ടികർത്താവായ ദൈവത്തെ ആരാധിക്കണം. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അധികാരമുള്ള യേശുവിനെയാണ് കാണാൻ കഴിയുക. 12-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെയാണ് അധികാരമുള്ള യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇനി ഞാൻ പറയുന്ന പദം കുറേയും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. എനിക്കറിയാം പൊതുവെ എൻ്റെ പ്രസംഗത്തിനുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡ് കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ഇരിപ്പും ആവേശമൊക്കെ കാണുമ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വേഗത്തിൽ പോകാനേ സാധ്യതയുള്ളത്. കണ്ട് ഓർഡിനറി ബസ്സിൽ കയറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഇറങ്ങണം, സൂപ്പർ ഫാസ്റ്റ് പിടിക്കണം, എൻ്റെ കൂടെ വരണം. സ്തോത്രം. ഒരു 2-2.25 മണിക്കൂർ കൊണ്ട് പറയേണ്ടത് ഒരു 1-1.25 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അവസാനിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ വന്നില്ലേ? അപ്പോൾ ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. അത് മാത്രമല്ല, എന്നെക്കാൾ അപ്പുറം ശബ്ദമൊക്കെ ഭയങ്കരമായിട്ടും ഉയരുന്നത് കൊണ്ട് ഇത് ഇത്രത്തോളം നിങ്ങളുടെ കാതിനകത്ത് എത്തിക്കാമോ അത്രത്തോളം ബന്ധപ്പെടലിനകത്താണ് ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ഈ യോഗം പരിസമാപ്തിയിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് ഈ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു വിടുതൽ ഈ പരസ്യ സ്ഥലത്തിൻ്റെ പ്രഥമ രാത്രിയിൽ എൻ്റെ കർത്താവ് അയക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ കുറേ സമയങ്ങൾ വചനത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ കൂടെ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. രണ്ടാമത്തെ ഭാഗം അധികാരമുള്ള യേശുവാണെങ്കിൽ ആ അധികാരത്തിന്റെ റലം നിങ്ങൾ കാണണം. ഇപ്പോൾ വേദപുസ്തകത്തിൽ നോക്കേണ്ട, എന്നെ ശ്രദ്ധിക്കണം. ഒലിവുമലയോട് ഇറക്കമിറങ്ങിയാണ് തമ്പുരാൻ ഇപ്പോൾ താഴ്വാരത്തിലേക്ക് താഴേക്ക് വരുന്നത്, യെരൂശലേമിലേക്ക് വരുന്നത്. ഒരു ഒലിവുമലയുടെ ഇറക്കമിറങ്ങി വരിക എന്ന് പറയുമ്പോൾ അവൻ കഴുതപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട്. മുമ്പിലും പുറകിലും ഒക്കെ നിൽക്കുന്നവർ അവനെ ഹോശന പാടി അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനയുടെ അന്തരീക്ഷം ദേശത്തിനകത്തെല്ലാം ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോഴാണ് യേശു ഇങ്ങനെ ഒലിവുമലയുടെ ഇറക്കമിറങ്ങി താഴേക്ക് വരിക. സ്തോത്രം. ഇനിയും കേൾക്കണം. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജനമെല്ലാം മനസ്സിനകത്ത് ചിന്തിക്കുന്നുണ്ട്, ഒരു ചരിത്രം ആവർത്തിക്കാൻ പോകുകയാണ്. എന്താ ചരിത്രം എന്ന് പറഞ്ഞാൽ? ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രമാണ് ഇപ്പോൾ ആവർത്തിക്കാൻ പോകുന്നത്. പ്രിയരെ, മോശയുടെ കാലഘട്ടത്തിനകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജനം മിസ്രയീമിൻ്റെ അടിമനുഖത്തിനകത്ത് പെട്ടുപോയവരാണ്. അവർക്ക് രക്ഷപ്പെടാൻ വകുപ്പില്ലാതിരിക്കുമ്പോൾ അവർ പടച്ച തമ്പുരാനോട് നിലവിളിക്കാൻ തുടങ്ങി. അവർ ദൈവത്തോട് കരയാൻ തുടങ്ങി. വേദപുസ്തകത്തിൽ കിടക്കുന്ന വാക്ക്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളിയുടെ ശബ്ദം ഞാൻ കേട്ടു, ആകയാൽ മോശയെ ഞാൻ ഇറങ്ങി വരാൻ പോകുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഉയരത്തിനകത്തുള്ള സർവശക്തനായ ദൈവം തൻ്റെ ജനമായി ഇസ്രായേലിനെ വിടുവിക്കാൻ ഇറങ്ങി വന്ന ദൈവമാണ്. അവൻ ഇറങ്ങി വന്ന ദൈവമാണ്. ആ ഇറക്കത്തിലേക്കാണ് ഇപ്പോൾ മോശയുടെ ചരിത്രങ്ങളെ ആവർത്തിക്കുന്ന പുതിയ നിയമത്തിൻ്റെ സത്യം വ്യാപരിക്കപ്പെടാൻ പോകുന്നത്. മാത്രമല്ല,
അങ്ങനെ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ മിസ്രയീമിന്റെ അടിമുഖം തമ്പുരാൻ ഉടച്ചു കളക മാത്രമല്ല, അവരെ താറുമാറാക്കി ഫറവോൻ എന്ന് പറയുന്ന മഹാസൈന്യത്തെ വെള്ളത്തിനകത്ത് മുക്കിക്കളഞ്ഞ അനന്തരമാണ് ഇസ്രായേൽ മക്കളെ തമ്പുരാൻ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരമെന്ന് പറയുന്നത് ഫറവോന്യ സൈന്യത്തിന് നേരെ ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ അനന്തരം തൻ്റെ കൊച്ചുങ്ങളെ വിടുവിച്ചൊരു ദൈവത്തിന്റെ മഹത്വം. ആ മഹത്വത്തിന്റെ ചരിത്രം ഇപ്പോൾ ഇവർ ആവർത്തിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയും ശ്രദ്ധിക്കണം, പഴയ നിയമത്തിനകത്ത് മിസ്രയീമിന്റെ കുരുക്കിലാണ് ഇസ്രായേൽ മക്കളെങ്കിൽ, ഇപ്പോൾ ഇവിടെ അരങ്ങ് തകർക്കുന്ന ഈ ഹോശന്ന പാടുന്ന ഈ അന്തരീക്ഷത്തിന്റെ നടുവിൽ യെരുശലേം എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിറ്റി റോമൻ ഭരണത്തിന്റെ അധീനതയ്ക്കകത്താണ് കിടക്കുന്നത്. കിരാതനമായ റോമൻ ഭരണ സാമ്രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്കകത്ത് പെട്ടുപോയി യെരുശലേം എന്ന് പറയുന്നവർക്ക് രക്ഷപ്പെടാൻ വകുപ്പില്ല. അങ്ങനെ അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഈ കിരാതനമായ റോമൻ ഗ്രൂപ്പിന്റെ ഭരണത്തെ നിന്ന് ഞങ്ങൾക്ക് എന്നൊന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് യെരുശലേമിലെ സകലരും ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തകളുടെ നടുവിലാണ് 30 വയസ്സുള്ളൊരു യൗവനക്കാരൻ തൻ്റെ ആത്മീയ യാത്ര ആരംഭിക്കുന്നത്. ജനത്തിനിടയിൽ ആരുടെയൊക്കെയോ മനസ്സിനകത്തൊരു ചിന്ത ഉടലെടുക്കാൻ തുടങ്ങി, ഇവനായിരിക്കുമോ പഴയ നിയമത്തിന്റെ മോശയുടെ ചരിത്രം ആവർത്തിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന മശിഹ എന്ന് പറയുന്നത്? അങ്ങനാണെങ്കിൽ ഇവൻ മുഖാന്തരമല്ലേ ഞങ്ങൾക്കൊരു വിടുതൽ സംഭവിക്കാൻ പോകുന്നത്? നാളിതുവരെ യേശു രോഗങ്ങളെയൊക്കെ സൗഖ്യമാക്കുന്നുണ്ട്, ഭൂതങ്ങളെയൊക്കെ പുറത്തു കളയുന്നുണ്ട്, ആമേൻ, കണ്ണുനീരുകളൊക്കെ യേശു ഒപ്പുന്നുണ്ടെങ്കിലും കിരാതനമായ ഭരണത്തിന് നേരെ തമ്പുരാൻ ഇതുവരെയും വലുതായിട്ട് ആഞ്ഞടിച്ചിട്ടില്ല. പക്ഷേ ഈ ഹോശന്ന പാടുന്ന ദിവസം, ആരാധന യേശു ഇങ്ങനെ ഇറങ്ങി വരുന്ന ദിവസം ആരവും മനസ്സിനകത്ത് ചിന്തിച്ചു, ഇവൻ ഈ ഇറക്കമിറങ്ങി നേരെ തിരിയുന്നത് റോമൻ ഭരണ സാമ്രാജ്യത്തിന്റെ പട്ടാള ക്യാമ്പ് തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തിലേക്കായിരിക്കും. എന്നിട്ട് മോശ കൊട്ടാരത്തിനകത്ത് കയറി ഫറവോനെതിരെ സംസാരിച്ചതുപോലെ ഇപ്പോൾ എൻ്റെ വാഴ്ത്തപ്പെട്ട മശിഹ ഇപ്പോൾ പട്ടാളത്തിനെതിരെ സംസാരിക്കും. അവൻ ദൂതന്മാരെ ഇറക്കി പട്ടാളത്തെയെല്ലാം താറുമാറാക്കി യെരുശലേം എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിനെ ഇപ്പോൾ യേശു രക്ഷിക്കും. ഈ മനസ്സിന്റെ ചിന്ത മുഖാന്തരം അവർ യേശുവിന് ഹോശന്ന പാടി താഴ്വാരത്തിലേക്ക് വരികയാണ്. ഇനിയും കേൾക്കണം, അങ്ങനെ കർത്താവ് ഇറങ്ങി വന്നപ്പോ കർത്താവ് ഈ പട്ടാള ക്യാമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തിലേക്ക് റൂട്ട് തിരിച്ചു വിടാതെ യേശു നേരെ കയറി ചെന്നത് യെരുശലേം ടെമ്പിളിനകത്തേക്കാണ്. എന്നിട്ട് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പൊന്മാണിപ്പക്കാരുടെ മേശകളെയെല്ലാം കൂടെ തമ്പുരാൻ കീഴ്മേലിട്ട് മറിക്കാൻ തുടങ്ങി. മനസ്സിനകത്ത് ആശങ്കകൾ ജനിക്കാൻ തുടങ്ങി. അപ്പാ, നീ ഞങ്ങളെ വിടിവിക്കാൻ വന്നവനാണെങ്കിൽ എന്തുകൊണ്ടാണ് കിരാതനമായ ഭരണത്തിനെതിരെ നീ ആഞ്ഞടിക്കാതെ പട്ടാള ക്യാമ്പ് കൂടിയിരിക്കുന്ന സ്ഥലത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലാതെ യെരുശലേം എന്ന് പറയുന്ന ടെമ്പിളിനകത്ത് വന്നൊരു ശുദ്ധീകരണം നടത്തുന്നത്? യേശു ഇന്ന് രാത്രി തിരിച്ച് നമ്മളോടൊരു ദൂത് പറയും. ഞാൻ പഴയ നിയമത്തിനകത്ത് നിങ്ങളെ വിടുവിച്ചതും നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും നിങ്ങളുടെ അകത്ത് അശുദ്ധി ഉണ്ടായിട്ടും നിങ്ങൾക്കെതിരെ നിന്ന ശത്രുപാളയത്തെ തൊട്ടുകഴിഞ്ഞ അനന്തരമാ ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ പുതിയ നിയമത്തിന്റെ സിസ്റ്റം അനുസരിച്ച് തമ്പുരാൻ അങ്ങനല്ല ചെയ്യുന്നത്. അർത്ഥം, നമ്മൾക്കെതിരെ പോരാടുന്ന മാനുഷിക ശക്തികൾക്കെതിരെയല്ല തമ്പുരാൻ ആദ്യം ആഞ്ഞടിക്കാൻ തുടങ്ങുന്നത്. പകരം ആലയത്തിനകത്തുള്ള അശുദ്ധിയെ ഒന്ന് വെടിപ്പാക്കി കഴിഞ്ഞ അനന്തരം മാത്രമേ ജനത്തെ വിടുവിക്കുന്നതാണ് പുതിയ നിയമത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അപ്പുറത്തുള്ളവനെ തൊടണമേ, അപ്പുറത്തുള്ളവനെ ഒന്ന് ന്യായവിധിയുടെ അതിനകത്തേക്കൊന്ന് പിടുത്തിക്കളയണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരനാണ് നാം പുതിയ നിയമത്തിനകത്തെങ്കിൽ, ഇന്ന് രാത്രി പടച്ച തമ്പുരാൻ സ്വർഗത്തിലെ ദൈവം ദൂത് പറയുന്നു, അങ്ങനെയല്ല. എൻ്റെ കരം ഞാൻ ചലിപ്പിക്കാൻ പോകുന്നത് ശത്രു അവിടെ നിൽക്കട്ടെ, അവൻ്റെ മധ്യത്തിൽ നിനക്ക് വേണ്ടി മേശയൊരുക്കാൻ എൻ്റെ കരത്തിന് ശക്തിയുണ്ട്. പക്ഷേ നമ്മുടെ അകത്തൊരു ശുദ്ധി വ്യാപരിക്കുന്നതാണ് പുതിയ നിയമത്തിന്റെ തമ്പുരാന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചൊല്ലിയാട്ടെ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അവിടെ എന്താ തുടങ്ങിയത്, അവനെ എന്താ തകർത്തു പാരാഞ്ഞത്, അപ്പുറത്തുള്ളവനെതിരെ എന്താ നീ ഒന്ന് ന്യായവിധിയുടെ കരം ചലിപ്പിക്കാഞ്ഞത്, ആ കുടുംബത്തിന് നേരെ എന്താ നിന്റെ വാളൊന്ന് വീശിയടിപ്പിക്കാത്തത്, അവർക്കെതിരെ നീ എന്താ ഒന്ന് തകർത്ത് തരിപ്പണമാക്കുന്ന ആ മഹാസംഭവം ഒന്ന് വെളിപ്പെടുത്താത്തത്? ദൈവം പറഞ്ഞു, അല്ല, അവിടെ ഞാൻ തൊടുന്നതിന് അവൻ അവിടെ നിൽക്കട്ടെന്ന്. ആ ശത്രു അവിടെ നിൽക്കുമ്പോൾ തന്നെ, ആ മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ, നിനക്കെതിരെ ദോഷം ചെയ്യുന്നവർ അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മധ്യത്തിൽ നിന്റെ തല ഉയർത്താൻ എനിക്ക് ശക്തിയുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ശുദ്ധി നടന്നാലേ പറ്റത്തുള്ളൂ. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാ. അകൽ പട്ടാള ക്യാമ്പിനെ തൊടാതെ യേശു ആലയത്തിനകത്തൊരു വെടിപ്പ് വരുത്തുകയാണ്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് യേശു കർത്താവ്
ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം ആ വാക്യങ്ങൾ കാണാതെ. ഒന്ന്, പൊൻവാണിഫക്കാരുടെ മേശകളെ തമ്പുരാൻ കീഴ്മേൽ മറിച്ചു. എന്താണ് ഈ സംഭവം എന്ന് പറയുന്നത്? പൊൻവാണിഫക്കാരുടെ മേശകൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ നാട് മൊത്തം യെരൂശലേമിനകത്ത് പെസഹായ്ക്കകത്ത് വന്നതല്ലേ? അങ്ങനെ വിജാതിയരുൾപ്പെടെ പെസഹായ്ക്കകത്ത് വരുമ്പോ ഇവർ ആലയത്തിനകത്ത് വന്ന് സ്തോത്രകാഴ്ച ഇടണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പെരുന്നാളിനകത്ത് ആലയത്തിൽ വരുന്നവനെല്ലാം വെറും കൈയോടെ വരാൻ പാടില്ല. അവൻ ആലയത്തിനകത്ത് സ്തോത്രകാഴ്ച ഇടണം. അടുത്തിരിക്കുന്ന ആളെ കരമൊക്കെ പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ട് ആലയത്തിൽ വന്നാൽ സ്തോത്രകാഴ്ച ഇടണം. സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, മുഖം വീർപ്പിച്ചല്ല, ദേഷ്യപ്പെട്ടല്ല, സന്തോഷത്തോടെ പറഞ്ഞ ആലയത്തിനകത്ത് വന്നാൽ സ്തോത്രയാഴ്ച ഇടയണം. അങ്ങനെ സ്തോത്രയാഴ്ച ഇടുമ്പോൾ നമ്മൾ ഈ കീറിയ 10 രൂപ നോട്ട് 10 മടക്കി സ്തോത്രാഴ്ചപ്പെട്ടിയിൽ ഇടുന്നത് പോലെ ഒന്നും ഇടാൻ പറ്റുകയില്ല. ആലയത്തിനകത്ത് വന്ന് സ്തോത്രയാഴ്ച ഇടുന്നവനൊരു കോയിൻ ഉണ്ടായിരിക്കണം. ആ കോയിൻ എന്ന് പറയുന്നതിൻ്റെ പേര് ടെമ്പിൾ കോയിൻ എന്നാണ്. അപ്പൊ ഈ ടെമ്പിൾ കോയിൻ എല്ലാവരുടെയും കയ്യിൽ ഇല്ലെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ ടെമ്പിൾ കോയിൻ ഇല്ലാത്തവൻ എങ്ങനെ സ്തോത്രയാഴ്ച ഇടും? അതൊരു പ്രശ്നമാണല്ലോ. അതിനുവേണ്ടി ഇവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇവർ ലോക്കൽ മണിയുമായിട്ട് ഇവൻ ആലയത്തിനകത്തേക്ക് വരും. എന്നിട്ട് ഈ പൊൻവാണിഫക്കാരുടെ മേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണി എക്സ്ചേഞ്ച് നടത്തുന്ന സ്ഥലം പോലെയാണ്. ഇവരുടെ ലോക്കൽ മണി ഇവർ കൊടുക്കും, ഒരു ടെമ്പിൾ കോയിൻ ഇവർക്ക് തിരിച്ചു കൊടുക്കും. ആ ടെമ്പിൾ കോയിൻ ഇവർ ആലയത്തിൽ കൊണ്ടുവന്നിട്ട് തമ്പുരാനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കും. ഇത് എക്സ്ചേഞ്ച് മണി നടത്തുന്ന സ്ഥലമാണ് ഈ പൊൻവാണിഫക്കാരുടെ മേശ. അതവിടെ നിൽക്കട്ടെ. 2, യേശു പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെല്ലാം മറിച്ചു കളഞ്ഞു. അതെന്താ സംഭവം? അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആലയത്തിൽ വരുന്നവൻ പാപത്തിന് പരിഹാരം പ്രായച്ചിത്തം നടത്തിയാലേ പറ്റത്തുള്ളൂ. അതിന് ഒരു കുറുമ്പാവ്, ആട്ടുകൊറ്റൻ ഒക്കെ കൊണ്ടുവരണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ രാത്രിയിൽ ഈ യോഗത്തിനകത്ത് വന്നിരിക്കുന്നവരിൽ നിലമ്പൂർ ദേശത്തിനകത്തുള്ളവരുണ്ട്, കൊല്ലത്തുനിന്ന് വന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ട്രിവാൻഡ്രത്തുനിന്ന് വന്നവരുണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പം നിങ്ങൾക്ക് ഈ പ്രാവും ആട്ടിൻകുട്ടിയുമായിട്ടൊക്കെ ഇവിടെ വരാൻ എളുപ്പമാണ്. കാരണം 5, 6, 7 കിലോമീറ്റർ 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. പക്ഷേ കൊല്ലത്തുള്ള ഞാൻ ട്രെയിനൊക്കെ പിടിച്ചൊരു ആട്ടിൻകുട്ടിയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മെനക്കെട്ട പണിയല്ലേ? അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഞാനങ്ങ് കൈവീശി ഇങ്ങ് വരും. എന്നിട്ട് ഇവിടെ ഈ സംഭവമൊക്കെ വിൽക്കുന്നവരുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഞാനിത് മേടിക്കും. എന്നിട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് യാഗാർപ്പണം നടത്തും. അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, പാസ്റ്റർ, ഇത് രണ്ടും നല്ലതല്ലേ? ആലയത്തിന് ടെമ്പിൾ കോയിൻ ഇടാൻ എക്സ്ചേഞ്ച് നടത്തുന്ന സ്ഥലം വേണ്ടേ? വേണമല്ലോ. അവൻ പാപത്തിന് പരിഹാര പ്രായച്ചിത്തം നടത്താൻ യാഗപീഠങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ യേശു എന്തിനാ ഇത് കീഴ്മേൽ മറിച്ചിട്ടത്? പറയാം. അതിനകത്തൊരു ആത്മീയ മർമ്മം മറിഞ്ഞു കിടക്കുകയാണ്. ഇതിനകത്തൊരു ദൂതാണ് കേട്ടോ. അഗാപ്പെ മിനിസ്ട്രിയോട് പറയാൻ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചൊരു പ്രാരംഭ ദൂതാണ് ഇത്. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. ഈ മേശമേലെല്ലാം കർത്താവ് കീഴ്മേൽ മറിച്ചിട്ടതും പ്രാവുകളെ വിൽക്കുന്നവരെയും പൊൻവാണിഫക്കാരുടെ മേശകളെല്ലാം തമ്പുരാനൊന്ന് ശുദ്ധീകരിക്കാൻ പാകത്തിൽ ഉടച്ചു വാരിയതിന് പിന്നിൽ റീസൺ ഉണ്ട്. ആ റീസൺ ഇത്രയേ ഉള്ളൂ. ഞാൻ ആമുഖ സന്ദേശത്തിൽ ഓൾറെഡി പറഞ്ഞു, ഇത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള പെരുന്നാളല്ല, സകലരും കൂടി വരുന്ന പെരുന്നാളാണ്. അർത്ഥം, വിജാതിയരുൾപ്പെടെ സകലരും കൂടി വരുന്ന ഈ പെരുന്നാളിൽ ഈ വിജാതിയർക്ക് ആലയത്തിനകത്തേക്ക് പ്രവേശനമില്ല. അവർ പിന്നെ എവിടെ നിൽക്കുന്നേ? അവർ ആലയത്തിന്റെ അങ്കണത്തിലാണ് നിൽക്കുന്നത്. ഉദാഹരണം, ഈ യോഗത്തിൽ വന്നവർക്കെല്ലാം കൂടെ സ്റ്റേജിൽ ഇരിക്കാൻ പറ്റുകയില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, നിങ്ങളുടെ മുഖത്തിൻ്റെ ഇരിപ്പും ഭാവപ്രകടനമൊക്കെ കാണുമ്പോൾ ഒന്ന് ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ പറ്റുകയില്ല, സമ്മതിക്കുകയില്ല. അവരിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും? സ്തോത്രം. ഒരു വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ ചെറുക്കനും പെണ്ണുമാണ് ആ കസേരക്കകത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകും, ഞങ്ങൾക്കും കൂടെ ഒന്ന് ഇരുന്നാൽ നന്നായിരുന്നു, പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അത് ആ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മാത്രം ദിവസമാണ് എന്നതുപോലെ തന്നെ ഈ സമയത്തിനകത്ത് ആലയത്തിനകത്ത് എല്ലാവർക്കും പ്രവേശനമില്ല. ആലയത്തിനകത്ത് യഹൂദന്മാർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ വിജാതിയർ എന്തു ചെയ്യും? വിജാതിയർ ആലയത്തിന്റെ അങ്കണത്തിൽ വന്ന് നിൽക്കും. എന്നിട്ട് അവരുടെ മനസ്സിന്റെ ഭാരമെല്ലാം ദൈവ സാന്നിധ്യത്തിനകത്ത് ഇറക്കി വെച്ച് അവർ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കും, അലമുറയിട്ട് കരഞ്ഞ്. അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് ഈ ആലയത്തിന്റെ അങ്കണം, മിറ്റം എന്ന് പറയുന്നത്. സ്തോത്രം. പക്ഷെ ഈ സ്ഥലത്തിലാണ് ഇപ്പൊ കച്ചവടം അരങ്ങ് തകർക്കുന്നത്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. മനസ്സുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ ദൂത് പറയാം. പുറത്ത് നിൽക്കുന്ന വിജാതിയർ ഇന്ന് രാത്രിയിൽ അഗാപ്പ മിനിസ്ട്രിക്കകത്ത് കയറി വരണമെങ്കിൽ അവർക്ക് നിൽക്കാൻ പാകത്തിലുള്ള സ്ഥലത്തിനകത്തൊരു ശുദ്ധീകരണം നടന്നാലേ പറ്റത്തുള്ളൂ. സ്തോത്രം. കച്ചവടങ്ങൾ അരങ്ങ് തകർക്കുന്ന പെന്തക്കോസ് സഭയ്ക്കകത്ത് വിജാതിയർ കയറി വരത്തില്ലെന്ന് ഇന്ന് രാത്രി പഠിക്കണം പ്രിയപ്പെട്ടവരെ. പുറത്ത് നിൽക്കുന്നവന് കയറാൻ ആഗ്രഹമുണ്ട്. മനസ്സിന്റെ നൊമ്പരങ്ങൾ, മനസ്സിന്റെ വേദനകൾ, ഹൃദയത്തിനകത്ത്
ഇതിനകത്ത് പേറി നടക്കുന്ന നൂറുകണക്കിന് വിധങ്ങൾ നമ്മുടെ യേശു രക്ഷപ്പെടുത്തുന്നവനാണ്, വിടുവിക്കുന്നവനാണെന്നൊക്കെ അവർക്ക് മനസ്സുകൊണ്ട് അറിയാം എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇതിനകത്തേക്ക് കയറി വരണമെന്ന് മനസ്സിനകത്ത് താല്പര്യമുണ്ട്. പക്ഷേ അവർ നിൽക്കേണ്ട സ്ഥലത്തിനകത്ത് പെന്തക്കോസിന്റെ കച്ചവടം അരങ്ങ് തകർക്കുന്ന കാരണത്താൽ അവർക്ക് ഇങ്ങോട്ട് കയറി വരാൻ തടസ്സമായി നിൽക്കുമ്പോൾ ന്യായവിധിയുടെ അധികാരം വെളിപ്പെടുത്തുന്ന തമ്പുരാൻ ഇന്ന് രാത്രി നമ്മുടെ ദേശത്തിനകത്ത് ഇറങ്ങി വന്ന് ആലയത്തിനകത്ത് ഒരു ശുദ്ധീകരണം നടത്തുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുക, അടുത്ത വർഷം യേശുവിന്റെ വരവ് താമസമെങ്കിൽ, കർത്താവിന്റെ ദാസന്മാർ ആരോ ഇവിടെ ആമുഖ സന്ദേശമോ മറ്റോ പ്രസ്താവിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഒരു പദമുണ്ട്, ഇതിനകത്ത് എല്ലാവരും വിശ്വാസികളാണെന്ന് ഞാൻ മനസ്സിലാക്കി സംസാരിക്കുന്നു. ശരി തന്നെയാണ്. അവൻ വിശ്വാസത്തിനകത്ത് വന്നവർ, യേശുവിനെ അറിയാകുന്നവർ, രക്ഷിക്കപ്പെട്ടവരൊക്കെയാണ് ഈ ഹോളിനകത്തുള്ളത്, ഈ പന്തലിനകത്തുള്ള മഹാജനം എന്ന് പറയുന്നു. പക്ഷേ ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഇന്ന് രാത്രി ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, അടുത്ത വർഷം 32ാമത് യോഗം നമ്മുടെ മിനിസ്ട്രിക്ക് ദൈവം നടത്താൻ അവസരം തന്നാൽ ഈ വിശ്വാസികളിൽ 10 എണ്ണം വന്നില്ലേലും സാരമില്ല. പക്ഷേ പുറത്ത് ദേശത്തിനകത്ത് ജാതീയ ശക്തികൾക്കകത്ത് പൈശാചിക ശക്തികൾ അവന്റെ വായ്ക്കകത്ത് വിഴുങ്ങാനിരിക്കുന്ന ചില ആട്ടിൻ പറ്റങ്ങളെ വലിച്ചു പുറത്തു കൊണ്ടുവരുന്ന ഒരാത്മതലത്തിന്റെ ശുദ്ധി ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ അകത്ത് അധികാരം പ്രാപിച്ചവർ ആത്മശക്തിയോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ദേശത്തെ നോക്കി കൽപ്പിക്കുക, ദേശത്തിന്റെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് യേശുവിന്റെ നാമത്തിനകത്ത് ചിതറപ്പെട്ടു പോയി അനേകം പ്രിയപ്പെട്ടവർ നമ്മുടെ മിനിസ്ട്രിക്കകത്തേക്ക് ദൈവസഭയുടെ അംഗമാ കയറി വരാൻ പോകുന്നൊരു നല്ല കാലഘട്ടം ആത്മാവിൽ സ്വപ്നം കാണുന്നവർ മാത്രോ കരമടിച്ചോ കരമുയർത്തിയോ ശക്തിയോട് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചൊല്ലിയിട്ട് പറ, ഇല്ല പിശാചേ, ആര് ജയിച്ചാലും നീ ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. കൃപയുടെ വാതിൽ അടയുന്നതിനേക്കാൾ മുമ്പ് ദൈവരാജ്യത്തിന്റെ വക്താക്കളായി നിലമ്പൂർ ദേശത്തിനകത്ത് ചിതറിപ്പാർക്കുന്ന ഒരു പറ്റം ഞങ്ങളുടെ രക്തത്തിന് രക്തവോ ഞങ്ങളുടെ മാംസത്തിന് മാംസവുമായി അവർ അധികം താമസമില്ലാതെ യേശുവിനെ അറിയാൻ പോകുന്ന നല്ല കാലഘട്ടത്തെ സ്വപ്നം കാണുന്നവർ മാത്രോ കരമടിച്ചോ കരമുയർത്തിയോ ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുക. ഇതിനകത്ത് നടക്കണം പ്രിയരെ ശുദ്ധി എന്ന് പറയുന്നത്, ഇതിനകത്ത് നടക്കണം വിശുദ്ധി എന്ന് പറയുന്നത്, ഇതിനകത്ത് നടക്കണം ഒരു ക്ലിയറൻസ് എന്ന് പറയുന്നത്. സ്തോത്രം. ഈ ശബ്ദമൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടോ എനിക്കറിയില്ല. ആമേൻ. അവരോട് സംസാരിക്കാൻ പാകത്തിലൊരു ദൂത് കർത്താവിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നതെങ്കിലും ആമേൻ, ഇതൊരു തുടക്കരാത്രിയാണ്. സ്തോത്രം. സാധാരണ പാസ്റ്റർമാരെ ഞങ്ങളൊക്കെ പറയുന്നൊരു പദമുണ്ട്, ഒരു തുടക്ക ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഇലവിരിക്കുന്നത് പോലെയുള്ളൂ. സ്തോത്രം. ഇലവിരിക്കുന്നത് പോലെയുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം എത്രയേ ഉള്ളൂ, ഒരു ഇല വിരിച്ചേച്ചും പോകുക. സ്തോത്രം. പക്ഷേ ഈ ഇല വെടുപ്പായാലേ നാളെ മുതൽ വിഭവസമർത്ഥമായ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ്. സ്തോത്രം. അകൽ ഇത് അശുദ്ധിയാണെങ്കിൽ നാളെ മുതൽ വരുന്ന അഭിഷക്തന്മാരുടെ ആത്മീയ ശുശ്രൂഷകളെ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി ഒരു ശുദ്ധിയുടെ രാത്രിയാക്കി എൻ്റെ സ്വർഗത്തിലെ ദൈവം ഒന്ന് മാറ്റട്ടെ. ആമേൻ. ഇന്ന് രാത്രി ഇരിക്കുന്ന സ്ഥലത്തിലിരുന്നു കൊണ്ട് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇന്ന് രാത്രി ചോദിക്കപ്പ, പുറമേ ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചവരാ, ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് കഠിന പ്രയത്നം ചെയ്തവരാ, ഇതിനു വേണ്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഉറക്കമൊക്കെ കളഞ്ഞതാ, ഈ ദേശത്തിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കാൻ മാനുഷികമായി ശാരീരികമായി സാമ്പത്തികമായി സമയപരമായിട്ടൊക്കെ ഞങ്ങൾ ഇതിന്റെ പുറകിൽ ഒത്തിരി അധ്വാനം ചെയ്തവർ ഈ മീറ്റിങ്ങിനകത്തില്ലേ. ഇന്ന് രാത്രി നിങ്ങളെ മുഴുവൻ സ്നേഹത്തിന്റെ ഭാഷയിൽ ആദരവോടെ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നമ്മൾ മാനുഷിക തലത്തിനകത്ത് ചെയ്യുമ്പോഴും എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, പുറത്തുള്ള ഒരു മനുഷ്യൻ ഇതിനകത്തേക്ക് കയറി വരുന്നതിന് തടസ്സമായി നമ്മുടെ അകത്തൊരു അശുദ്ധിയെങ്കിലും ഉണ്ടോ? വാക്കിനകത്ത് സംഭവിച്ചത്, പ്രവൃത്തികൾക്കകത്ത് സംഭവിച്ചത്, ചിന്തകൾക്കകത്ത് സംഭവിച്ചത്, നോട്ടത്തിനകത്ത് സംഭവിച്ചത്, ഇന്ന് രാത്രി ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ചോദിക്കാം, അപ്പ ദൈവ പ്രവൃത്തിക്ക് ഞാനാണോ ഇന്ന് രാത്രി ദേശത്തിനകത്ത് തടസ്സോ? എൻ്റെ പൊൻപാണിപ്പക്കാരുടെ മേശയാണോ ഇന്ന് രാത്രി തടസ്സോ? എൻ്റെ കച്ചവടങ്ങളാണോ ഇന്ന് രാത്രി തടസ്സോ? എൻ്റെ ചിന്തകളാണോ ഇന്ന് രാത്രി തടസ്സോ? ആണെങ്കിൽ എൻ്റെ യേശുവേ, നിന്റെ രക്തം ഇന്ന് രാത്രി എൻ്റെ ശിരസിനകത്തേക്കൊന്ന് വ്യാപരിച്ച് നസറയന്റെ രക്തം നിലമ്പൂർ ദേശത്തിന്റെ 4 ദിക്കിനകത്തോ ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടേണ്ടതിന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്ന കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ആമേൻ. കണ്ടോ, യേശു കർത്താവ് ഇറങ്ങി വന്നു അധികാരത്തെ വെളിപ്പെടുത്തുകയാണ്. ഇനി യേശുവിന്റെ അധികാരത്തിന്റെ 2 റലങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇവിടെ ഒരു ആത്മീയ സത്യം പറഞ്ഞിരിക്കുക. 12ാമത്തെ വാക്യം മുതൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അധികാരത്തിന്റെ റലം അവിടെ മുതലാണല്ലോ വെളിപ്പെട്ട് വരുന്നത്. യേശു ദൈവാലയത്തിൽ ചെന്നു. ഞാനിപ്പോൾ പറഞ്ഞ സംഭവമാണ് വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നത് എന്നുള്ളത്. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം പുറത്താക്കി പൊന്മാണിഫക്കാരുടെ മേശകളെ, പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെ എല്ലാം മറിച്ചു കളഞ്ഞവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി കളഞ്ഞു. അടുത്ത പദം കേൾക്കണേ.
കുരുടന്മാരും മുടന്തരും ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ വന്നു, അവൻ അവരെ സ്തോത്രം. എന്നെ ബ്യൂട്ടിഫുൾ വേടാന്നറിയാമോ? ഒരാലയം, എന്നെ പുറത്തു നോക്ക്, ഒരാലയം, ആ ആലയത്തിനകത്ത് അധികാരമായിട്ട് എൻ്റെ യേശു ഇറങ്ങി നിൽക്കുക. ഒരു കരം കൊണ്ട് അവൻ മേശയെല്ലാം കൂടെ കീഴ്മേൽ മറിച്ചിട്ട് ന്യായവിധി വെളിപ്പെടുത്തുമ്പോൾ, ഈ രൂക്ഷതയ്ക്കകത്ത് യേശു നിൽക്കുമ്പോൾ 14-ാമത്തെ വാക്യം, കുരുടര് വന്നു, മുടന്തര് വന്നു, അസ്വസ്ഥതയുള്ളവരെല്ലാം വന്നു. ഒരു കരം കൊണ്ട് അവൻ ന്യായവിധി വെളിപ്പെടുത്തുന്ന അവന്റെ അധികാരത്തിന്റെ റലം ചലിപ്പിക്കുമ്പോൾ അവന്റെ അടുക്കൽ വരുന്ന കുരുടലെല്ലാം ആ സെക്കൻഡിൽ യേശു തൊട്ട് സൗഖ്യമാക്കുന്നുണ്ട്. എൻ്റെ യേശുവിന് 2 അധികാരമുണ്ട്. ഒന്ന്, തെറ്റ് ചെയ്ത് കുരുത്തക്കേട് കാണിച്ച് അകൃത്യം കാണിച്ചിട്ടാണ് വന്നിരുന്ന് അഭിനയിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു കരം കൊണ്ട് അവൻ നമ്മളെ അടിക്കും. ആ സമയം തന്നെ വ്യതയോടെ ഭാരത്തോടെ അപ്പുറേ നിൽക്കുന്ന രോഗികളെ എൻ്റെ യേശു ഇന്ന് രാത്രി തൊട്ട് സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണ്. സഹോദര, ഇന്ന് രാത്രി നമ്മൾ വന്നിരിക്കുന്നത് കേവലം ഒരു അമ്മൂമ്മ കളിക്കുന്ന, ഒരു കൊച്ചു കളിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അല്ലെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുക. അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവനോ, ആമേൻ സ്തോത്രം, മാനുഷിക കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തവനോ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ സർവശക്തനായ ദൈവം തേജസ്സിനെ വാരിച്ചുറ്റി ഇന്ന് രാത്രി പന്തലിന്റെ നടുവിൽ ഈ സഭയുടെ പ്രാർത്ഥനയ്ക്ക്, ദേശത്തിന്റെ പ്രാർത്ഥനയ്ക്ക്, ഈ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് പരിണിത ഫലമായി ഈ പ്രഥമ രാത്രി എൻ്റെ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നിലമ്പൂർ ദേശത്തിനകത്ത് ഇന്നലകളിൽ അനുസരണക്കേട് കാണിച്ചവനെയല്ല ഇന്ന് രാത്രി തമ്പുരാൻ അധികാരത്തിന്റെ ശക്തി കൊണ്ട് അടിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഇന്ന് രാത്രി വ്യതയോടെ വന്നിരിക്കുന്ന, ഭാരത്തോടെ വന്നിരിക്കുന്ന, ഹൃദയ തകർച്ചയോടെ വന്നിരിക്കുന്ന, തലമുറയുടെ വിഷയത്തോടെ വന്നിരിക്കുന്ന, അസ്വസ്ഥതയോടെ വന്നിരിക്കുന്ന, രോഗത്തിന്റെ കെട്ടോടെ വന്നിരിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രി മറുകരം കൊണ്ട് സൗഖ്യമാക്കാൻ എൻ്റെ യേശുവിന്റെ അധികാരം ഇന്ന് രാത്രി ചലിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ചൊല്ലിയിട്ട് പറ, എന്തെന്നില്ലാത്തൊരു സൗഖ്യം ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിക്കാൻ പോകുകയാ. അസാധാരണമായ ഒരു വിടുതൽ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ ചലിക്കാൻ പോകുകയാ. ശരീരത്തിന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വ്യാപരിക്കുന്ന സകല രോഗത്തിന്റെ കെട്ടുകളെയും എൻ്റെ യേശു ഇന്ന് രാത്രിയിൽ അടിവേര് പറിച്ച് ദൂരെ കളയുക. ആരോ പറയുന്നു എനിക്ക് അടിയാ കിട്ടിയത്, എന്നാൽ ചിലർ പറയുന്നു അല്ല, യോഗത്തിൽ എനിക്കൊരു സൗഖ്യമാ കിട്ടിയത്. അതെന്താ സംഭവിച്ചത്? അവൻ അവന്റെ 2 അധികാരവും ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നുണ്ട്. അഗാപ്പെ മിനിസ്ട്രിയുടെ പ്രാർത്ഥനയ്ക്ക് പരിണിത ഫലമോ ഇന്ന് രാത്രി എൻ്റെ യേശു തന്റെ 2 അധികാരവും വെളിപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ. ഉറപ്പാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ ചലിക്കോ. അസാധാരണമായ വിടുതലുകൾ ഇന്ന് രാത്രി നമ്മുടെ മേൽ സംഭവിക്കോ. വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ സൗഖ്യം ഇന്ന് രാത്രി ഇറങ്ങി വരൂ. എന്താ ഭാഷ ഇന്ന് രാത്രി ഉറപ്പ്? 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലോ ഞാൻ വരാമെന്നല്ല, നോക്കാമെന്നല്ല, ഞാൻ അവരുടെ നടുവിൽ ഉണ്ടെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ മഷിക ഇന്ന് രാത്രി നമ്മുടെ യോഗത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചില സൗഖ്യങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടുത്തോ. എനിക്ക് ഇന്ന് രാത്രി ഉറപ്പാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. വിശ്വാസ ജീവിതത്തിനകത്തേക്ക് വന്ന് 2.5 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ ശരീരത്തിനകത്ത് രോഗം കണ്ടത്. ഞാൻ അതിൻ്റെ രോഗം എന്നല്ല വിളിക്കുന്ന സ്പിരിറ്റ്, അത് രോഗത്തിൻ്റെ ബാധയാണ്. ഏത് വസ്ത്രം ധരിച്ചാലും അതിനകത്ത് മുഴുവൻ രക്തത്തിൻ്റെ അംശമായിരിക്കും. പ്രിയരെ, ഇടുന്ന യൂണിഫോം അലക്കി തേച്ച് മിനിക്കിട്ട് കൊടുക്കും. 3ാമത്തെ പീരീഡ് ആകുമ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറയും കൊച്ചിനെ വന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുപോകും. ഇട്ടിരിക്കുന്ന യൂണിഫോം ബ്ലഡിൻ്റെ അംശമാണ്. ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഉച്ചയ്ക്ക് ചൂട് കൂടി വരുമ്പോൾ ശരീരത്തിൽ നിന്ന് രക്തം വരും, വസ്ത്രത്തിനകത്ത് കയറി പിടിക്കും. മാരകമായ രോഗം. തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സഹോദരങ്ങളെ, 1, 2, 3, 4 ഒന്നുമല്ല, 24 മണിക്കൂർ ഒബ്സർവേഷൻ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് അടിച്ച് കൈ തന്നു. റിപ്പോർട്ടിൽ കിടക്കുന്ന വാക്ക്, ഈ കുഞ്ഞിന്റെ ശരീരം മുറിഞ്ഞിട്ടല്ല രക്തം ഒഴുകുന്നത്. പിന്നെ 24 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി, ഇവിടെ ശരീരത്തിന്റെ രോമങ്ങളിൽ നിന്ന് ബ്ലഡ് പൊടിഞ്ഞ് വസ്ത്രത്തിനകത്ത് കയറി പിടിക്കുകയാണ്. സാറേ, ഒരു സംശയമുണ്ട്. എന്താ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വരേണ്ട സ്ഥാനത്ത് എങ്ങനെ സാറേ രക്തം വരുന്നത്? മെഡിക്കൽ സയൻസിന്റെ വ്യാഖ്യാനം ഇന്ന് രാത്രി കേൾക്കാതെ പോകല്ലേ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭാരം കയറി വന്നാൽ, മനോഭാരം എന്ന് നമ്മൾ പറയും, അങ്ങനെ വന്നാൽ അവന്റെ ഹൃദയത്തിനകത്തത് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ ശരീരം പ്രതികരിക്കാൻ തുടങ്ങും. ചിലർക്കത് ഷിവറിങ്ങ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ 10 പേരെ അഭിസംബോധന ചെയ്ത് വേദിക്കകത്ത് കയറി നിൽക്കുമ്പോൾ അവരുടെ മുട്ടുകൾ വിറങ്ങലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ഷിവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് ആ ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവരുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുക. എന്നാൽ പ്രായമുള്ളവർക്ക് അങ്ങനല്ല മമ്മിമാരെ. പ്രായമുള്ളവർക്ക് അത് അറ്റാക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആമേൻ. ഹൃദയത്തിൽ മനോഭാരം കയറി വന്നാൽ പ്രായമുള്ളവർക്ക് അത് അറ്റാക്കാണ്. അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്ന, അച്ഛൻ ഓൾറെഡി 2 അറ്റാക്ക് കഴിഞ്ഞതാ, ഇനി അച്ഛൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നതൊന്നും പറയല്ലേ, അത് അറ്റാക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ചിലർക്കത് ഷിവറിംഗ് ആണ്, ചിലർക്കത് അറ്റാക്കാണ്, ചിലർക്കത് വറയലിപ്പാണ്. എന്നാൽ 1000-ൽ 3-4 പേർക്ക് മാത്രം വരുന്ന രോഗം, ശരീരത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് വേദന ഇടിച്ചു കയറി വന്നാൽ, ടെൻഷൻ വർദ്ധിച്ചാൽ, മനോഭാരം കയറി വന്നാൽ,
അത് ശരീരം താങ്ങില്ല എന്ന് വരികിൽ പ്രഷർ ശരീരത്തിനകത്തേക്ക് ഇടിച്ചു കയറും. അങ്ങനെ ഇടിച്ചു കയറിയാൽ ശരീരത്തിന്റെ രക്തധമനികൾ പയ്യെ പൊട്ടാൻ തുടങ്ങും. അങ്ങനെ പൊട്ടിയാൽ വിയർപ്പ് വരേണ്ട സ്ഥാനത്ത് രോമങ്ങളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. മെഡിക്കൽ സയൻസിന്റെ ഈ വ്യാഖ്യാനം ശരിയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഗസമന തോട്ടത്തിന്റെ മണ്ണിലേക്ക്. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ പ്രാണപ്രിയൻ മുട്ടുകുത്തിയപ്പോ ബൈബിൾ പറയുന്നു, വിയർപ്പല്ല, അവൻ രക്തത്തുള്ളി ഒഴുക്കി പ്രാർത്ഥിച്ചു. അതീവ ഭാര ഹൃദയത്തിനകത്ത് കയറി എന്നല്ലേ വാക്കിന്റെ അർത്ഥം. എൻ്റെ ഒരു കൊച്ചു ചോദ്യം, എന്തുവാ യേശുവിന്റെ ഇപ്പോഴത്തെ ഭാരം? യേശുവിന് ഇപ്പോൾ താങ്ങാൻ കഴിയാത്ത ഭാരം വേറൊന്നുമല്ല, ആദിമ മനുഷ്യനായ ആദാം മുതൽ ചെയ്തു കൂട്ടിയ പാപം, ഇപ്പോഴത്തെ മനുഷ്യൻ ചെയ്യുന്ന പാപം, ഇനി ജനിക്കാൻ പോകുന്ന സന്തതികൾ ചെയ്യാനിരിക്കുന്ന പാപം. പാപം അറിയാത്ത വിശുദ്ധന്റെ ശരീരത്തിലേക്ക് പിതാവായ ദൈവം ഒഴിച്ചു കൊടുത്തപ്പോ യേശുവിന്റെ ശരീരം അത് താങ്ങിക്കാണത്തില്ലേ? വേണ്ട പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ചാൽ പ്ലാസ്റ്റിക് കുപ്പി ഷേപ്പ്ലെസ് ആയി പോകുന്നത് പോലെ എൻ്റെ യേശുവിന്റെ ശരീരത്തിനകത്തേക്ക് മാനവരാശിയുടെ പാപം ഒഴിച്ചു കൊടുത്തപ്പോ തമ്പുരാൻ അത് താങ്ങാൻ പറ്റിയില്ലേ? അപ്പോഴാണോ യേശു പ്രാർത്ഥിച്ചത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കാവോ? ക്രൂശ് നീങ്ങാനല്ല ഈ പ്രാർത്ഥിക്കണേ. പാപമറിയാത്ത, പാപത്തെ തൊടാത്ത, പാപത്തെ സ്പർശിക്കാത്ത എൻ്റെ മേൽ ഇപ്പോൾ മാനവരാശിയുടെ പാപം പിതാവായ ദൈവം ഒഴിച്ചു തരിക. ഇതൊന്ന് മാറ്റിക്കളയാൻ പറ്റുമോ? ഇത് മാത്രം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. യേശുവിന്റെ ശരീരം വിയർപ്പ് തുള്ളി, രക്തത്തുള്ളി പോലെ ഒഴുക്കി എൻ്റെ പ്രാണപ്രിയൻ പ്രാർത്ഥിച്ചു. എൻ്റെ ചോദ്യം, 4ലും 5ലും ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞിന്റെ ശരീരത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭാരം വരാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത് രോഗമല്ല, ഇത് രോഗത്തിന്റെ ആത്മാവാ. 3 നിലകൾ പറയാം. 1, ഒരു മനുഷ്യന് സാധാരണ രോഗമുണ്ടാകും. 2, രോഗത്തിന്റെ ആത്മാക്കൾ ഉണ്ടാകും. 3, ദൈവഹിതമില്ലാതെ കർത്താവിന്റെ മേശ തൊട്ടാൽ ഒരു ബലഹീനത അകത്തേക്ക് കയറി പിടിക്കും. ബൈബിൾ രോഗവുമായി ബന്ധപ്പെട്ട് പറയുന്ന 3 നിലകൾ. 1, സാധാരണ ഒരു മനുഷ്യൻ രോഗം ഉണ്ടാകും. ഉദാഹരണം പറയാം. മക്കളെ, 10 ജിലേബി 10 ദിവസം ഞാൻ അടുപ്പിച്ച് കഴിച്ചു, എനിക്ക് എന്തോ കിട്ടും? എന്തോ കിട്ടാനാ പാസ്റ്റർ? ഇൻസുലിൻ എടുക്കാം. എല്ലാ ദിവസവും ഞാൻ ചിക്കനും മട്ടനും മാത്രമേ കഴിക്കുന്നുള്ളൂ, എനിക്ക് എന്നാ വരും? കൊളസ്ട്രോൾ വരും. ഞാൻ പറയുന്നത് പിശാചിനെ ശാസിച്ചിട്ട് ഒരു ഗുണവും ഇല്ല. അതാ മന്തി കഴിക്കുന്ന ഇച്ചിരി കുറച്ചാൽ മതി. അടുത്തിരിക്കുന്ന ആളെ കരമൊക്കെ പിടിച്ച് ചിരിച്ചോണ്ട് പറഞ്ഞാട്ടാ മന്തി കഴിക്കുന്ന ഇച്ചിരി കുറയ്ക്കണം കേട്ടോ, ഇത് സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, മന്തി പാതി കൊളസ്ട്രോൾ വെക്കോളും. അത് സാത്താനെ ശാസിച്ചിട്ടൊന്നും ഒരു ഗുണവും ഇല്ലെന്ന്. സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് 10 ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാവോ? പാതി കൊളസ്ട്രോൾ വെക്കോളും. സ്തോത്രം. 1, രോഗം. എനിക്കിന്ന് ഓർമ്മയുണ്ട്, തിരുവല്ല പട്ടണത്തിൽ വെച്ച് നടക്കുന്ന ഒരു യോഗം. വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി ഓടി വന്നിട്ട് എടുത്ത് പറഞ്ഞു, പാസ്റ്ററേ സഭാ ഹോളിനോട് ചേർന്ന് ഞങ്ങളുടെ വീട്ടിലിരിക്കുക, അത്യാവശ്യം അവിടം വന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ എമർജൻസി ആയിട്ടൊരു വിഷയം പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഓൾറെഡി 9:30 ഞാനങ്ങ് പൊക്കോട്ടോ. ഇല്ല പാസ്റ്റർ, എമർജൻസി ആയിട്ടൊരു വിഷയം അവിടം വരെ വന്ന് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. ഒത്തിരി നിർബന്ധം കാരണം അവിടുത്തെ പാസ്റ്ററിന്റെ അനുഭവത്തോടുകൂടി ഞാൻ അമ്മച്ചിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ ആ സെറ്റിലോട്ട് ഇരുന്നാട്ടെ. ഞാൻ പറഞ്ഞില്ല, സമയത്തരായല്ലോ, അമ്മച്ചി പ്രാർത്ഥന വിഷയം പറ, അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞോണ്ടാ വന്നേ. പാസ്റ്റർ കൂടുതൽ ജാടയൊന്നും കാണിക്കേണ്ട, അങ്ങോട്ട് ഇരുന്നാട്ടെ. എന്നെ പിടിച്ചിരുത്തി 9:30. എന്നിട്ടൊരു കപ്പ് ചായയൊക്കെ തന്നു. ഞാൻ ഊതി കുടിക്കുക, എങ്ങനെയാലും ഇത് കുടിച്ചേച്ച് വേണം പ്രാർത്ഥിച്ചിട്ട് ചാടിക്കുത്തി ഇറങ്ങാൻ. സ്തോത്രം. 9:45 അപ്പം ഞാൻ ചായ കുടിച്ച് ഇരുന്നിട്ട് അമ്മച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥന വിഷയം. അമ്മച്ചി പറഞ്ഞു, പാസ്റ്റർ ഭയങ്കര ഗൗരവമുള്ളൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞ ആമുഖമൊന്നും വേണ്ട, പെട്ടെന്ന് വിഷയം പറഞ്ഞോ, പ്രാർത്ഥിച്ചു ഇറങ്ങാൻ പോവുക. സ്തോത്രം. പാസ്റ്റർ എൻ്റെ കാലില്ലേ പാസ്റ്ററെ? ഞാൻ പറഞ്ഞാ കാലിൻ്റെ മുട്ടുകളില്ലേ? ഞാൻ പറഞ്ഞു, കാലിൻ്റെ മുട്ടുകൾ ഭയങ്കര വേദനയാണ്. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്നാ പ്രായമായി? 72 കഴിയുന്നു, 73 കയറുകയെന്ന്. ഞാൻ പറഞ്ഞ, കാൽമുട്ടുകൾക്ക് വേദനയുണ്ട്? ഭയങ്കര വേദനയാണ് പാസ്റ്റേ. ഞാൻ പറഞ്ഞു, അമ്മച്ചി പേടിക്കാനൊന്നുമില്ല, ധൈര്യത്തോടെ ഇരിക്കുക. അമ്മച്ചി ചോദിച്ചു, അതെന്നാ പറച്ചില്ല പാസ്റ്റേ? ഒരു കപ്പ് ചായയൊക്കെ തന്നിട്ട് അതുപോലും വേസ്റ്റായി പോയല്ലോ. സ്തോത്രം. അതെന്നാ പറച്ചില്ല? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മച്ചി, 73 വയസ്സായിട്ടും കാൽമുട്ടുകൾക്ക് വേദന വന്നില്ലെങ്കിൽ അത് പിന്നെ റോബോട്ടിൻ്റെ കാലമെന്ന് എനിക്ക് പറയേണ്ടി വരും. സ്തോത്രം. 73 വയസ്സായോ കാൽമുട്ടുകൾക്ക് വേദന വരും, അസ്ഥിക്ക് തേയ്മാനം ഉണ്ടാക്കുക, അതൊക്കെ ഒരു മനുഷ്യൻ്റെ ബോഡിയുടെ സിസ്റ്റമാണ്. ഇവിടെ നാട്ടുകാർക്കുണ്ടായൊരു തെറ്റിദ്ധാരണ തിരുത്തട്ടെ. ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് കോവിഡ് ഇവിടെ രൂക്ഷമായപ്പോൾ സോഷ്യൽ മീഡിയ പെന്തക്കോസുകാർക്കെതിരെ പൊതുവെ ഒരു ട്രോൾ അഴിച്ചു വിട്ടിട്ട് പറഞ്ഞു, എന്തിയടാ നിന്റെ ദൈവമൊക്കെ പ്രാർത്ഥിക്കുന്നവൻ, എന്തിയടാ മാളത്തിൽ കയറി ഒളിച്ചോ, നീയൊക്കെല്ലോ പറഞ്ഞ് സൗഖ്യമാക്കാന്ന്, കോവിഡ് ഒന്ന് സൗഖ്യമാക്കാൻ നിന്റെ ദൈവത്തിന് ത്രാണിയില്ലേടാ? എൻ്റെ പൊന്നു സഹോദര, കേരളത്തിൽ അടങ്കല് പാടുന്ന സകല രോഗത്തെ ഒന്ന് സൗഖ്യമാക്കാൻ ഇവിടെ ഒരു പെന്തക്കോസുകാരനും പ്രസ്താവന നടത്തിയായിട്ട് എനിക്കറിയാൻ പാടില്ല. സ്തോത്രം. പിന്നെ വിശ്വസിക്കുന്നവനെ അന്നും സൗഖ്യമാക്കിയിട്ടുണ്ട്, ദൈവം ഇന്നും സൗഖ്യമാക്കാൻ ശക്തനാണ്. വിമർശിക്കുന്നവന്റെ മേൽ അത് നടക്കുന്ന ഒരു ചരിത്രം ഞാൻ കണ്ടിട്ടില്ല. ക്രൂശിനകത്ത് കിടന്നപ്പോൾ എൻ്റെ കർത്താവിനെ നോക്കി സകലരും പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് അത് കളിയാക്കലിന്റെ ശബ്ദമാണ്. സ്തോത്രം. 40 ദിവസം ഉപവസിക്കാൻ നേരം പിശാച് വന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ കല്ലിനോട് അത് സാത്താനിക പരീക്ഷയാ.
നിന്റെ ദൈവം ജീവിക്കുന്നവനെങ്കിലും ഒന്ന് സൗഖ്യമാക്കുകയാണെങ്കിൽ സാത്താന സ്തോത്രം. അതിനെ ഒന്നും ദൈവം തൊടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, വിശ്വസിച്ച് വരുന്നവനെല്ലാം ദൈവം സൗഖ്യമാക്കിയ ചരിത്രം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. സ്തോത്രം. എൻ്റെ ചേച്ചിയുടെ ശരീരത്തിനകത്ത് രോഗമല്ല, രോഗത്തിന്റെ ബാധയാണ്. രോഗം ഞാൻ പറഞ്ഞു, രോഗത്തിന്റെ ബാധ. കൂനയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞ പദം രോഗമൊഴിഞ്ഞ് സ്വസ്ഥയാകാന്നല്ല, ബാധയൊഴിഞ്ഞ് സ്വസ്ഥയാകാം. അർത്ഥം നിന്നെ കുനിപ്പിച്ച് നിർത്തിയിരിക്കുന്ന രോഗമല്ല, രോഗത്തിന്റെ ബാധ. ഇന്ന് രാത്രി യോഗം വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇതിനകത്തുള്ള സകല രോഗത്തിന്റെ കെട്ടുകളെയും എൻ്റെ ദൈവം അടിവേര് പറിച്ച് ദൂരെ കളയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലും. അതൊരു വാക്കിനാൽ അങ്ങ് പറഞ്ഞു വിടുകയല്ല, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷയത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് കൊച്ചിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. അതാ റിപ്പോർട്ട് എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു പ്രിയരെ, മെഡിക്കൽ കോളേജിലേക്കുള്ള റെഫറൻസ് ലെറ്ററാണ് കരത്തിൽ കിട്ടിയത്. പക്ഷേ എൻ്റെ മമ്മി ചെയ്ത കാര്യം, എൻ്റെ അമ്മ ചെയ്ത കാര്യം, ആ റെഫറൻസ് ലെറ്റർ ചുരുട്ടി പിടിച്ച് താത്തിട്ടിട്ട് ഓടി വന്ന് വേദപുസ്തകം തുറന്നു നോക്കി ബൈബിൾ എന്തോ പറയുന്നെന്ന് അറിയാൻ. ഇന്ന് രാത്രി വിശ്വസിച്ചാലും ഇല്ലേലും ഞാൻ നിങ്ങളോടൊരു പദം പറയാം. നമ്മുടെ സകല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എൻ്റെ ദൈവം വേദപുസ്തകത്തിനകത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. ഓടി വന്നിട്ട് എൻ്റെ അമ്മ കണ്ണടച്ചിട്ട് പറഞ്ഞപ്പോൾ നിനക്കെന്നോട് സംസാരിക്കാൻ പറ്റും. കണ്ണടച്ച് തുറക്കും നേരം അത്ഭുതമാണ്. പുതിയ നിയമത്തിലൊരു വാക്യം തന്നെ കണ്ടിപ്പെട്ടു. വാക്യം രക്തസ്രാവമുള്ളവൾ എൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോ അവളെ രക്തസ്രാവം നിന്നുപോയി. എൻ്റെ മാതാവിൻ്റെ മനസ്സിലായി എൻ്റെ യേശുവിൻ്റെ അധികാരത്തിൻ്റെ ഏതൊരു ശക്തിയെയും തൊടാൻ കഴിയും. ഈ വാക്യം കണ്ടപ്പോൾ എൻ്റെ മാതാവ് ചെയ്ത അടുത്ത കാര്യം, എൻ്റെ ചേച്ചിയെ പിടിച്ച് റൂമിനകത്ത് കൊണ്ടുവന്ന് ഡോറങ്ങ് ലോക്ക് ചെയ്തു. അന്ന് അച്ഛനും കുട്ടിക്കും കുടുംബത്തിനും ഇരുന്ന് ആരാധിക്കാൻ ഒരു പ്ലാസ്റ്റിക് പാ പോലും ഞങ്ങൾക്കില്ല. അന്ന് ഞങ്ങൾക്കുള്ളത് ഒരു പുൽപ്പായ. അത് വിരിച്ചിട്ടിട്ട് എൻ്റെ മാതാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനാ ശൈലി എങ്ങനെയാണെന്നറിയാമോ? ഒരു കരം ആ വാക്യത്തിൻ്റെ മുകളിൽ വെച്ചു, മറുകരം എൻ്റെ സഹോദരിയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞപ്പോ, ഈ വാക്യ സത്യമാണെങ്കിൽ ഇതിനകത്തുള്ള രോഗശാന്തിയുടെ അഭിഷേകം ഈ കയ്യിലൂടെ പാസ് ചെയ്ത് എൻ്റെ കൊച്ചിൻ്റെ ശരീരത്തിലോട്ടൊന്ന് കയറി പിടിക്കട്ടെന്ന്. അല്പസമയത്തെ പ്രാർത്ഥന നടക്കുമ്പോൾ പുറത്ത് ഡോറിനകത്ത് ഭയങ്കര മുട്ടൽ നടക്കുക. വിശ്വാസ ജീവിതം അറിയാത്ത ഞങ്ങളുടെ രക്തബന്ധങ്ങൾ, എസ്പെഷ്യലി എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ പുറത്ത് ഡോറിനകത്ത് മുട്ടിക്കൊണ്ടിരിക്കുക. കൊച്ചിനെ ഇറക്കി വിടടി, മെഡിക്കൽ കോളേജിലേക്ക് കൊച്ചിനെ കൊണ്ടുപോകണോ? പിന്നെ അവളൊരു പ്രാർത്ഥനാക്കാരി. ഇപ്പൊ അങ്ങ് ദൈവം സൗഖ്യമാക്കാൻ പോവുമല്ലയോ? നൂറുകണക്കിന് ഭീതിയുടെ ഭീഷണിയുടെ സ്വരങ്ങൾ ഡോറിനകത്ത് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അകത്ത് ഒരു കരം വാക്യത്തിലും മറുകരം സഹോദരിയുടെ മണ്ടയ്ക്കും വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവ് യേശുവിൻ്റെ അധികാരത്തിന് വേണ്ടി കെഞ്ചുന്ന പ്രാർത്ഥന. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതൊരു ആത്മീയ യുദ്ധമാ. ഈ യുദ്ധത്തിനകത്ത് എന്ത് ചെയ്യിക്കുമെന്ന ദേശത്തിന് അറിയേണ്ടത്. ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, മരുന്ന് തോറ്റുപോകുന്ന മേഖലകളിൽ എൻ്റെ യേശുവിൻ്റെ അധികാരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന എത്ര ദൈവത്തിന്റെ മക്കളുണ്ട്? മെഡിക്കൽ സയൻസ് മുട്ടുകുത്തുന്ന വിഷയത്തിൽ എൻ്റെ ദൈവത്തിന്റെ അധികാരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുമോ? ഓൺലൈനകത്തൂടി മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നോക്കി ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യം അറിയത്തില്ല. ഒരു കൊച്ചു ഫ്ലാറ്റിനകത്തിരുന്നാണോ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്? ഡ്രൈവിംഗിനിടയിലാണോ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങൾക്കകത്ത് തകർക്കപ്പെട്ടു പോയ ഒരു വിഷയത്തെ നോക്കി വിതമ്പിക്കൊണ്ടാണോ ഇന്ന് രാത്രി നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്? എൻ്റെ യേശുവിന് ഒരു അധികാരമുണ്ട്. ഈ പന്തലിനകത്ത് വ്യാപരിക്കുന്ന അതേ ദൈവ സാന്നിധ്യം തന്നെ ഇന്ന് രാത്രി നീ ഇരിക്കുന്ന കൊച്ചു കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വരാ. എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്, മനുഷ്യന് പരിമിതിയുണ്ട്. പക്ഷെ ദൈവത്തിനൊരു പരിധിയില്ല, അവനൊരു പരിമിതിയില്ല. എൻ്റെ യേശു ഇന്ന് രാത്രി അവൻ്റെ അധികാരത്തിന്റെ രണ്ടാമത്തെ തലം വെളിപ്പെടുത്തു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്ന അസാധാരണമായ ചില സൗഖ്യങ്ങൾ യേശുവിന്റെ അധികാരത്തിൽ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. രക്തത്താൽ വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്, 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 ജയമെടുക്കുകയാണ്. 1-2 മിനിറ്റുകളും കൂടെ കരമൊന്ന് അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞോ, വിട്ടുകൊടുക്കണ്ട. കാരണം എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചെയ്യുന്നത് പോലെ ആത്മാവ് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, പറയാൻ ഒരുപിടി ആത്മീയ സത്യങ്ങളുടെ വചനങ്ങൾ എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ സ്തോത്രം അലതള്ളി ഉയരുന്നത് പോലെ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഇന്ന് രാത്രി യോഗത്തെ നമ്മൾ മാറ്റി നിർത്തുക. പരിശുദ്ധാത്മാവിനോട് പറ, മരുന്ന് തോറ്റുപോയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കപ്പെടോ? അല്ല, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന മമ്മിമാരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ചോദിക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട ദിവസം കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നീ കണ്ണ് തിരുമി ഇറങ്ങി വരുന്നത് തൈറോയിഡിന്റെ ടാബ്ലറ്റ് തപ്പിക്കൊണ്ടല്ലയോ? ഇന്ന് രാത്രി ദൈവത്തോട് പറ, ഇല്ല, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ ഒരു രോഗത്തിനും എന്റെ ശരീരത്തെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അവൻ അധികാരമുള്ളവനാണ്. അധികാരമുള്ളവന്റെ മുമ്പിലായി ഇന്ന് രാത്രി ഞങ്ങൾ വന്നിരിക്കുന്നത്. സമയം കണ്ടെത്തി രാത്രി വന്നത് 10 പ്രസംഗം കേട്ട് 2 പാട്ടുപാടി ഒരു സ്വോത്രം പറഞ്ഞ് 10 കൈയടിച്ചു പോകാനല്ല. ഇന്ന് രാത്രിയിൽ എന്റെ യേശുവിന്റെ അധികാരം ഈ പന്തലിനകത്ത് വെളിപ്പെട്ടു വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കുമോ?
അഭിഷേകമുള്ള ഒരു പറ്റം അഭിഷക്തന്മാരുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു കുറ്റം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ പ്രസൻസ് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളുടെ അധ്വാനത്തിന്റെ പരിണിത ഫലമായി ശരീരത്തിന്റെ ക്ഷീണം നോക്കാതെ ഇന്ന് രാത്രി യോഗത്തിൽ പ്രാർത്ഥനയോടിരിക്കുന്ന ഇതിനകത്ത് സംഘാടകരുടെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. എന്നാൽ അതിനേക്കാളും അപ്പുറം ഇന്ന് രാത്രി അധികാരമുള്ള എന്റെ യേശുവിന്റെ കരം ഇന്ന് രാത്രി യോഗത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിച്ച് ഇന്ന് രാത്രി അല്പസമയം മുമ്പ് അഭിഷക്തന്മാരിൽ ആരോ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ രാത്രി ചില വിടുതലുകൾ സംഭവിക്കപ്പെടട്ടെ. എന്തിനും രാത്രി ദേശത്തിനകത്തൊരു യോഗം നടത്തിയെന്ന് ആമേൻ 30ാമത്തെ മീറ്റിംഗ് നടത്തി 31 നടത്തിയില്ലേ, മോശമല്ലേ എന്ന് ചിന്തിച്ച് രാത്രി നടത്തുന്ന യോഗമല്ല. എന്റെ യേശുവിന്റെ അധികാരം ഇന്ന് രാത്രി ചലിക്കുന്നതിനായി ഹല്ലേലൂയ സ്തോത്രം രക്തത്താൽ ജയമെടുക്കുകയാണ്. എന്റെ മാതാവ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കി എന്റെ സഹോദരി ഇട്ട ഡ്രസ്സിനകത്ത് രക്തമുണ്ടോന്നാ. അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ പ്രഥമ രാത്രി ഞാൻ പറയാം, ഒറ്റ ഡ്രോപ്പ് രക്തം പിന്നെ നാളിതുവരെ തൻ്റെ ശരീരത്തിനകത്ത് കാണാൻ എൻ്റെ ദൈവം സമ്മതിച്ചിട്ടില്ല. എനിക്ക് വിശ്വാസമാണ് അവൻ ഒരു കരം കൊണ്ട് ന്യായവിധിയുടെ മേശകളെല്ലാം കീഴ്മേൽ മറിച്ചിടുമ്പോ മറുകരം കൊണ്ട് എൻ്റെ യേശു സൗഖ്യമാക്കാൻ വിശ്വസനാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ. യേശുവിന്റെ അധികാരത്തിന്റെ രണ്ടാമത്തെ തലം നിങ്ങൾക്ക് കാണണമോ? യേശുവിന്റെ അധികാരത്തിന്റെ രണ്ടാമത്തെ തലം ദൈവദാസന്റെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18ാമത്തെ വാക്യം. യേശുവിന്റെ അധികാരത്തിന്റെ രണ്ടാമത്തെ തലം ലൂക്കോസ് 4:18. ദരിദ്രന്മാരോട് സുവിശേഷം ശ്രദ്ധിച്ച് കേൾക്കണം. അതിനകത്തൊരു ആത്മീയ മർമ്മം മറഞ്ഞു കിടപ്പുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക യേശുവിന്റെ അധികാരമാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ അവനെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. അടുത്ത പദം ബദ്ധന്മാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും. ഇതെല്ലാം യേശുവിന്റെ അധികാരമാണ്. കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കാനും പീഡിതരെ വിട്ടയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും. അടിപൊളിട്ടോ, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യേശുവിന്റെ അധികാരമാണ്. പ്രസംഗിപ്പാനും അവനെ അയച്ചിരിക്കുന്നു. അടുത്ത പദം എന്നാ ദൈവദാസനെ? എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടെന്ന് പറഞ്ഞാൽ ഇത് എഴുതപ്പെട്ടൊരു വചനമാണ്. ഈ വചനം എവിടെ എഴുതപ്പെട്ടെന്ന് അറിയാമോ? യെശയ്യാവിന്റെ പുസ്തകത്തിനകത്തൊരു വാക്യമാണ്. ഇനി എന്നെ ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ യേശു കർത്താവ് പള്ളിക്കകത്ത് ചെന്നപ്പോ ചുരുള് കൊടുത്തു. കിട്ടിയ ചുരുൾ എന്ന് പറഞ്ഞാൽ പ്രവാചക പുസ്തകമാണ്. അത് യെശയ്യാവിന്റെ ചുരുളാണ്. യേശു അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ വാക്യം യേശു കണ്ടു. അത് യേശു ഇങ്ങനെ വായിച്ചു, കൃത്യമായിട്ട് വായിച്ചു താഴേക്ക് വന്നിട്ട് പ്രസാദവർഷം അറിയിപ്പാൻ അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ഭാഗം കണ്ടപ്പോൾ യേശു പുസ്തകം മടക്കി തിരിച്ച് കൊടുത്തിട്ട് അവിടെ പോയിരുന്നു. ഉടനെ എല്ലാവരുടെയും കണ്ട് അവൻ്റെ മേൽ പതിഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ വചനം ഇപ്പം നിങ്ങൾ കേൾക്കൊണ്ട് ഇതിന് നിവർത്തി വന്നിരിക്കുക. എൻ്റെ ഒരു ചോദ്യം, ഈ വചനം ഇങ്ങനാണോ? വചനം നന്നായിട്ട് പഠിക്കുന്ന അഭിഷക്തന്മാരും ദൈവമക്കൾ ഇന്ന് രാത്രി യോഗത്തിലുണ്ടല്ലോ. വളരെ ശാന്തമായിട്ട് ഞാൻ ചോദിക്കട്ടെ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഈ വചനം ഇങ്ങനാണോ കിടക്കുന്നേ? യേശു ആ പുസ്തകം തുറന്നല്ലേ ഇത് വായിച്ച? മനപ്പാടം പറഞ്ഞൊന്നും അല്ലല്ലോ. അല്ല, ഈ വചനം ഇങ്ങനാണോ കിടക്കുന്നേ? അല്ല, ഈ വചനം ഇങ്ങനല്ല. പിന്നെ ആ വചനം എങ്ങനെ? യെശയ്യാവ് 61:1. എളിയവരോട് സദ്വർദ്ധമാനം ഘോഷിപ്പാൻ അത് ലൂക്കോസ് പറഞ്ഞു. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. അതും ലൂക്കോസ് പറഞ്ഞു. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവുമായി ഉള്ള വിടുതലിന്റെ അധികാരമെല്ലാം ലൂക്കോസും പറഞ്ഞു, അല്ലെങ്കിൽ യേശു വായിച്ചപ്പോഴും പറഞ്ഞു. യഹോവയുടെ പ്രസാദ വർഷവും അതും യേശു കർത്താവ് പറഞ്ഞു. യഹോവയുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും. എന്തോ ദൈവദാസനെ? നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും അറിയിപ്പാൻ അവൻ എന്നെ. സ്തോത്രം. യേശു വായിച്ചപ്പോ ഏത് വാക്ക് മാത്രം വായിച്ചില്ല? പ്രതികാര ദിവസം മാത്രം വായിച്ചില്ല. ഒരു വാക്യം വായിച്ചു വരുമ്പോഴോ മൊത്തം വായിക്കണ്ടേ കർത്താവേ? ഈ പ്രതികാരം എന്താ? നീ കട്ട് ചെയ്ത് മാറ്റി, എറേസ് ചെയ്ത് മാറ്റിയിട്ട് പുസ്തകം അടച്ച് തിരിച്ചു കൊടുത്തിട്ട് വചനത്തിന് നിവൃത്തിയായി എന്ന് പറയാൻ കാരണം യേശു നമ്മളോട് പറയുന്നൊരു പദമുണ്ട്, എനിക്ക് 2 അധികാരമുണ്ട്. ഒന്ന്, ഞാൻ പ്രസാദ വർഷം അറിയിക്കാൻ വന്നവനാ. അപ്പം തന്നെ എനിക്ക് വേറൊരു അധികാരമുണ്ട്, ഞാൻ പ്രതികാരം നടപ്പിലാക്കാനും കൂടെ വന്നവനാ. അപ്പം അതെന്തേ വായിച്ചില്ല? യേശു പറഞ്ഞു, വായിക്കാത്തതിൻ്റെ കാരണം വായിച്ചാൽ ഞാൻ വചനത്തിന് നിവൃത്തിയായെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ പ്രതികാരം കൂടി ഈ 3.5 വർഷം നടത്തണം. പക്ഷെ ഞാനിപ്പോൾ 3.5 വർഷം പ്രതികാരം നടത്താനല്ല വന്നേ, പ്രസാദ വർഷം അറിയിക്കാനാ. എൻ്റെ അടുക്കൽ വരുന്നവനെല്ലാം സൗഖ്യമാക്കാനാ ഞാൻ വന്നേ. അപ്പോൾ എൻ്റെ ചോദ്യം, കർത്താവേ പ്രതികാരമില്ലേ? കർത്താവ് പറഞ്ഞു, പ്രതികാരമുണ്ട്. ഒരു ദിവസം വരുന്നുണ്ട്, ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നുണ്ട്. ഇന്ന് രാത്രി നിലമ്പൂർ ദേശത്തിൽ ഈ ശബ്ദം എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അല്ല, ഇവിടെ വന്ന് സമ്മതിക്കാൻ കഴിയാത്തവർക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് വചനം കേൾക്കാൻ പാകത്തിൽ ഈ സംഘാടകർ ഇത്രയും മനോഹരമായി ലൈവ് ടെലികാസ്റ്റ് ഒക്കെ നടത്തുന്നല്ലോ. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പറ, അഭിഷക്ത
അഭിഷക്തന്മാരെ, ഇന്ന് പ്രാർത്ഥിക്കുന്നവനെതിരെ, ഇന്ന് ഉപവസിക്കുന്നതിനെതിരെ, ഇന്ന് കൃപയുള്ളവനെതിരെ, ഇന്ന് സുവിശേഷത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന ഈ അഭിഷക്തന്മാർക്ക് പേരെ നീ എന്തെല്ലാം പണി വേണമെങ്കിലും കാണിച്ചോ, യേശു മിണ്ടാതിരിക്കുന്നത് പ്രസാദ വർഷമാകുന്നത് കൊണ്ടാ. പക്ഷെ കൃപയുടെ വാതിൽ അടയുന്നൊരു ദിവസമുണ്ട്. ഇന്ന് രാത്രി എന്റെ മനസ്സിന്റെ മുഴുവൻ നൊമ്പരത്തോടെ ഞാൻ പറയാ, അഭയൻ അഭിഷക്തന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി നീ എന്തെല്ലാം പണി വേണമെങ്കിലും കാണിച്ചോ, മൃഗത്തിന്റെ വിസർജനം അവരെ കൊണ്ട് തീറ്റിപ്പിച്ചോ, തമ്പുരാൻ മിണ്ടില്ലെന്ന് വരികിൽ യേശു മൗനതയുടെ ദൈവമാണെന്ന് ചിന്തിക്കല്ലേ. അവനൊരു പ്രതികാരത്തിന്റെ അധികാരമുണ്ട്. ചൂള പോലെ കത്തുന്നൊരു ദിവസമുണ്ട്. മനുഷ്യൻ ചെയ്തത് നല്ലതാകിലോ തീയതാകിലോ അതിന് തക്കതായൊരു പ്രതിഫലം പ്രാപിപ്പോ ന്യായാസനത്തിന്റെ മുൻപാകെ ദിവസം നിൽക്കേണ്ടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇന്ന് രാത്രി എന്തിനാ ഇങ്ങനെ ഒരു യോഗം ഇതിനകത്ത് നടത്തുന്നേ? 10 കൈയടിച്ചിട്ട് പോകാനല്ല. ഇന്ന് രാത്രി ദേശം ഈ സത്യം തിരിച്ചറിയണോ. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരെ നേരെ എന്തു മിണ്ടിയാലും യേശു മൗനമായി ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ പ്രതികാരത്തിന്റെ ഒരു ദിവസമുണ്ട്. കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ. യേശുവിന്റെ പ്രതികാരമാണ്. സ്തോത്രം. യേശുവിന്റെ അധികാരം എന്നുള്ള വിഷയം ഞാൻ അവിടെ അടച്ചു വെക്കാം. 2 വിഷയങ്ങൾ ഓൾറെഡി ഞാൻ ഈ സമയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ആരാധനായ യേശു. 2, അധികാരമുള്ള യേശു. നമ്മളെ കുറിവാക്യത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ വായിച്ചത് മത്തായിയുടെ സുവിശേഷത്തിനകത്തൊരു വാക്യമാണ്. സ്തോത്രം. അത് 21-ാമത്തെ അധ്യായത്തിനകത്ത് കർത്താവിന്റെ ദാസൻ വായിച്ച വലിയ പാരഗ്രാഫിനകത്ത് അധ്യാപകനായ യേശുവിനെ നിങ്ങൾക്ക് കാണാം. ഇതൊരു പ്രധാനപ്പെട്ട ദൂത, ഇത് കേൾക്കാതെ പോകല്ലേ. അധ്യാപകനായ യേശു. ഇവിടെ യേശു എന്താ അധ്യാപക ശുശ്രൂഷയിൽ ചെയ്യുന്നത്? അത് തൻ്റെ ശിഷ്യന്മാരെ യേശു ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുക. അതെന്താ കാര്യം? അത് 22-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ചേർന്ന ആ വാക്യം ഒരുമിച്ചൊന്ന് വായിക്കാം. എല്ലാവരും കൂടെ ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഇതൊന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു അധ്യാപകനായി നിന്നുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുക. ശിഷ്യന്മാരെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്. എനിക്ക് വാക്യം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് തലവേദനയെന്ന് മാത്രം കിടപ്പില്ല, അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് കടഭാരം എന്ന് മാത്രം കിടപ്പില്ല, അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് ആത്മീയ നവോത്ഥാനം എന്ന് മാത്രം കിടപ്പില്ല, അതിൻ്റെ ബ്രാക്കറ്റ് ദേശത്തിന്റെ സ്വസ്ഥത മാത്രമേ എന്നോട് പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് കിടപ്പില്ല. അതിൻ്റെ ബ്രാക്കറ്റിൽ ഒന്നും എഴുതാതെ യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങൾക്കത് തരാൻ ശക്തനാണ്. നിങ്ങളൊന്ന് വിശ്വസിക്കുക. അവരങ്ങ് പറഞ്ഞ് യേശു പഠിപ്പിക്കുക. അവരുടെ മനസ്സിലേക്ക് യേശു ഇഞ്ചക്ട് ചെയ്ത് ഈ വാക്കൊന്ന് കുത്തിക്കയറ്റുക. എന്താ കാരണം എന്നറിയാമോ? അടുത്ത മണിക്കൂറുകൾ കഴിയുമ്പോൾ യേശു ക്രൂശിലേക്ക് കയറിപ്പോകും. അപ്പൊ ഇവരുടെ മനസ്സിനകത്തൊരു ചിന്തയുണ്ടാകും, ഇനി ഞങ്ങളുടെ വിഷയത്തിന് ആര് പരിഹാരം? തമ്പുരാനത് കൊണ്ട് ഇപ്പോഴേ അവരെ പറഞ്ഞു പഠിപ്പിക്കുക. പേടിക്കണ്ട, ക്രൂശിൽ മരിച്ച് ഞാൻ പിതാവിന്റെ വലത് ഭാഗത്ത് പോയി ഇരുന്നാലും അക്ഷരികമായി ശരീരം കൊണ്ട് ഞാൻ നിങ്ങളുടെ നടുവിലില്ലായിരിക്കാം. പക്ഷേ ഈ ഭൂമിയുടെ പരപ്പിൽ ഇരുന്നു കൊണ്ട് നീ എന്ത് പ്രാർത്ഥിച്ചാലും അത് വിശ്വസിച്ചുകൊണ്ടാ നീ പറയുന്നതെങ്കിൽ ഉയരത്തിൽ നിന്നും എനിക്ക് മറുപടി നീട്ടാൻ കഴിയുമെന്ന് ഒരു നല്ല അധ്യാപകനായ യേശു എന്ന് പറഞ്ഞു പഠിപ്പിക്കുക. കരമുയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ. ഇതൊന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ യേശു ഓൾറെഡി ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു. അതാണ് നമ്മുടെ കുറിവാക്യത്തിൻ്റെ ഡെപ്തായ വാക്യം എന്ന് പറയുന്നത്. ഇത് ഇവർക്കൊന്ന് മനസ്സിലാകാൻ ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ യേശു ഇവരെ പഠിപ്പിക്കുക. ആ ഡെമോൺസ്ട്രേഷനാണ് അത്തിയെ നോക്കി യേശു ശപിച്ചു. ഇവർ വണ്ടടിച്ച് നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, പേടിക്കണ്ട, ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പറഞ്ഞു പഠിപ്പിക്കുക അവരെ. സ്തോത്രം. അപ്പോൾ അത്തിയെ യേശു ശപിക്കാനുള്ള ഒരു 5 കാരണം, ഒരു 5 മിനിറ്റ് അതേന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. അതിനുള്ള സമയമുള്ളൂ. സ്തോത്രം. 8:40 തീർക്കാൻ പോവുക. അത്തിയെ ശപിക്കാനുള്ള ഒരു 5 റീസണുകൾ. ഇത് 5 ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 5 റലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നിനോട് കളക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. അത് 5 റലത്തിൽ നിന്ന് വേണം പഠിക്കാൻ. ഒന്ന്, എന്തുകൊണ്ടാണ് യേശു അത്തിയെ ശപിച്ചത്? ഒന്നാമത്തെ റീസൺ ഓൾറെഡി ഞാൻ പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാർക്കൊരു ഡെമോൺസ്ട്രേഷൻ ആണിത്. ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. മലയോട് നീങ്ങാൻ പറ്റാൽ അതും പറ്റും എന്ന് യേശു പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരു ഡെമോൺസ്ട്രേഷൻ, അതവിടെ നിൽക്കട്ടെ. 2, എന്തിനാണ് യേശു അത്തിയെ ശപിച്ചത്? 2ാമത്തെ കാരണം, ഈ അത്തി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് ഇത് പാപത്തിൻ്റെ സിംറ്റമാണ്, പാപത്തിൻ്റെ സൈന. നിങ്ങൾക്കറിയാമോ, ആദാം ദമ്പതിമാരുടെ കുടുംബം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇംഗ്ലീഷിലാണ്. ആർക്കെങ്കിലും മേടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് ഇത്രയും ദൈവദാസന്മാർ ആദാം ദമ്പതിമാരുടെ കുടുംബം, ഫാമിലി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അത് ഒരു യഹൂദ പുസ്തകമാണ്. ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ? മേടിക്കില്ല കേട്ടോ. അതിനും കൂടെ പൊറോട്ട കഴിക്കണം. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്ലേ? അതൊരു ടെക്സ്റ്റാണ്. അതിനകത്ത് യഹൂദന്മാർ പറയുന്നൊരു പദമുണ്ട്. ഈ അത്തിയുടെ ഫലമാണ് ആദാം കഴിച്ചതെന്നാണ് അവരുടെ അഭിപ്രായം. അതിനവർ തെളിവിനായിട്ട് പറയുന്നത്, അത്തിയുടെ അവിടെ ആപ്പിളെന്നും പിന്നെ കനി എന്നൊക്കെ കിടക്കുന്നെങ്കിൽ പോലും അവർ പറയുന്നത് അത്തിയുടെ പഴമാണ്. കാരണം അത്തിപ്പഴം കഴിച്ചു,
കണ്ണു തുറന്നു, നഗ്നനാന്ന് മനസ്സിലായി. അത് ഞാൻ സമർത്ഥിക്കുന്നില്ല കേട്ടോ, അത്തിപ്പഴമാണെന്ന് ഞാൻ സമർത്ഥിക്കുകയല്ല, ആ വിഷയം ഒന്ന് തെളിയിക്കാൻ വേണ്ടി പറയാം. അത്തിപ്പഴം കഴിച്ചു, ശപിച്ചു. പെട്ടെന്ന് പറഞ്ഞ കണ്ണു തുറന്നപ്പോൾ പെട്ടെന്ന് കണ്ടത് അത്തിയിലയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ അവർ വസ്ത്രം തുന്നി എന്ന് അവർ പറയുന്ന കാരണത്താൽ അവരെടുത്തു പറയുന്നു, അത്തിയിലയാണ് ആദ്യം കണ്ടതെങ്കിൽ അത്തിപ്പഴമായിരിക്കും അവർ കഴിച്ചത്. ഇത് ആദാം ചെയ്തു കൂട്ടിയ പാപമാണ്. ഇതിൻ്റെ സിംറ്റമാ. യേശുവിനോട് ചോദിക്കേ, കർത്താവേ അത്തി എന്തിനാ ശപിച്ചേ? കർത്താവ് പറഞ്ഞു, ആദിമ വംശമായ ആദാം മുതൽ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ സൈനാണ് ഈ അത്തിയെങ്കിൽ ഞാൻ ഇതിനെ ശപിച്ച് ദൂരെ കളയാൻ പോവാ. ഇനി പാരമ്പര്യ ശാപം നിന്റെ മേലില്ല. കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഈ ദേശത്തിൻ്റെ നടുവിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പടാപ്പടുപെടുന്ന മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. 5 പാപങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. വിശദീകരിക്കാൻ സമയമില്ല, ഒന്ന് തൊട്ടങ്ങ് പറയാം. 1, അറിവില്ലായ്മയിൽ ചെയ്യുന്ന പാപം. 2, മനഃപൂർവ്വം ചെയ്യുന്ന പാപം. 3, രഹസ്യ പാപം. 4, പാരമ്പര്യ പാപം. 5, ഒരിക്കലും ക്ഷമിക്കാത്ത പാപം. സ്തോത്രം. എനിക്കറിയാം എൻ്റെ സ്പീഡ് ഇച്ചിരി കൂടെ കൂടി, പിന്നെ നിങ്ങൾ ഈ ലൈവ് അങ്ങനെ എടുത്ത് കേട്ട് അത് നോട്ട് ചെയ്തിട്ടാൽ മതി. സ്തോത്രം. അങ്ങനെ ഞങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല പാസ്റ്റർ, ഞങ്ങളെ മെമ്മറിയിലെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നവർ എഴുതൊന്നും വേണ്ട. അത് നിങ്ങളുടെ മനസ്സിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ഓർത്ത് സ്തോത്രം പറയുക. സ്തോത്രം. 5 പാപങ്ങൾ. 1, അറിവില്ലായ്മയിൽ ചെയ്യുന്ന പാപം. 2, മനഃപൂർവ്വം ചെയ്യുന്ന പാപം. 3, രഹസ്യ പാപം. 4, പാരമ്പര്യ പാപം. 5, ഒരിക്കലും ക്ഷമിക്കാത്ത പാപം. 5 ദിവസങ്ങളായിട്ട് നിന്ന് വിശദീകരിക്കേണ്ട വിഷയം വിട്ടുകളഞ്ഞേക്കാം, നമ്മുടെ ഭാഗമല്ല. ഈ പാപത്തിൻ്റെ സിംറ്റമാണ് അത്തിയെങ്കിൽ അത്തിയെ ശപിച്ച ദൈവം ദൂരെ കളഞ്ഞു. ഇന്ന് രാത്രിയിൽ ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ദേശത്തെ നോക്കി ഞാൻ പറയട്ടെ, പാപത്തിൻ്റെ പരിഹാരത്തിന് ഇനി നീ എങ്ങും പോണ്ട. യേശുവിൻ്റെ രക്തം ക്രൂശിൽ നിനക്ക് വേണ്ടി ഒഴുകിയിട്ടുണ്ട്. ആ രക്തം ഇന്ന് രാത്രി നിന്റെ ശിരസിൽ വന്നാൽ ബൈബിൾ കിടക്കുന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അതുകൊണ്ട് യേശു അത്തിയെ ശപിച്ചതിൻ്റെ 1ാമത്തെ സിംറ്റം എന്ന് പറയുന്നത് പാപത്തിൻ്റെ സിംറ്റം. 2, ലൂക്കോസിന്റെ സുവിശേഷം 13, 6 വാക്യം മുതൽ 9 വാക്യം. ഞാൻ ഓൾറെഡി ആ വാക്യമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇനി വായിക്കാൻ സമയമില്ല. ലൂക്കോസ് 13 അധ്യായം 6 വാക്യം മുതൽ 9 വാക്യം കിടക്കുന്നു. ആമേൻ. ഗ്രേസ് പീരീഡുകൾ നിഷ്ഫലമാക്കുന്നത് കൊണ്ടാണ് യേശു അത്തിയെ ശപിച്ചത്. അവിടെ കിടക്കുന്ന ഒരു വാക്യമുണ്ട്, ഇപ്പോൾ 3 വർഷമായി. ദൈവദാസനെ ആ പദമൊന്ന് അടിവരയിട്ട് കേൾക്കണേ. ഇപ്പോൾ 3 വർഷമായി ഞാൻ ഇതിനകത്ത് ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ലാതാനും. അപ്പോൾ യേശുവിൻ്റെ മിനിസ്ട്രി 3.5 വർഷം. ഇപ്പോൾ യേശു വന്ന 1ാമത്തെ വർഷം തന്നെ ഇതിൽ ഫലം തിരഞ്ഞു, കണ്ടില്ല. അപ്പോൾ യേശു പറഞ്ഞു, അടുത്ത വർഷം അടുത്ത 29ാമത്തെ മീറ്റിംഗിലും ഫലം കിട്ടും എന്ന് പറഞ്ഞ യേശു നമ്മളെല്ലാം ആമീൻ പറഞ്ഞ് 28ാമത്തെ യോഗത്തിൽ പറഞ്ഞയച്ചു. പക്ഷേ 29ാമത്തെ മീറ്റിംഗ് വന്നപ്പോഴും നമ്മളിൽ എന്തോ ഇല്ല, ഫലമില്ല. അപ്പോൾ യേശു പറഞ്ഞു, സാരമില്ല, 1 വർഷം 30ാമത്തെ യോഗം ഒരെണ്ണം കൂടെ വെക്കാം. 30ാമത്തെ യോഗത്തിൽ വന്നപ്പോൾ പഴയതിനേക്കാൾ കുരുത്തക്കേടോടെ നമ്മൾ കയറി വന്നേ. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, വലിച്ചു ദൂരെ കളയാൻ പോവാ. അപ്പോൾ നമ്മൾ പറഞ്ഞു, കർത്താവ് 31, കർത്താവ് പറഞ്ഞു, ഇനിയൊരു യോഗം ഇല്ല. ആശീർവാദം പറയുക, സ്തോത്രം, ഇനിയൊന്നുമില്ല. ഗ്രേസ് പീരീഡുകൾ നിഷ്ഫലമാക്കുന്നത് കൊണ്ട് തമ്പുരാൻ അത്തിയെ ശപിച്ചു. 1, പാപത്തിൻ്റെ സിംറ്റം. 2, ഗ്രേസ് പീരീഡുകൾ നിഷ്ഫലമാക്കുന്നുണ്ട്. 3ാമത്തെ കാര്യം, ആമേൻ, അവിടെ കിടക്കുന്ന ഒരു പദമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-7 വാക്യം. ദൈവദാസൻ ആ വാക്കൊന്ന് വായിച്ച് കേൾപ്പിക്കണം, അതൊരു പ്രധാനപ്പെട്ട വാക്കായതുകൊണ്ട്. 2 രാജാക്കന്മാർ 20-7. എന്തുകൊണ്ട് യേശു അത്തിയെ ശപിച്ചു? 3ാമത്തെ റീസൺ. 2 രാജാക്കന്മാർ 20-7. പിന്നെ യെശയ്യാവ് ഒരത്തിപ്പഴക്കട്ട കൊണ്ടുവരുവീൻ. പിന്നെ യേശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവന്നവന്റെ അവൻ അത് കൊണ്ടുവന്ന് പരുവിന്മേലിട്ടു. അവന് സൗഖ്യമായി. അപ്പൊ അവന് സൗഖ്യമായി. യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് അത്തി കാണിക്കുന്ന അടുത്ത റെലവെന്ന് പറയുന്നത് സൗഖ്യത്തെ കാണിക്കുക. എന്റെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോണേ, യേശുവേ, ഇത് സൗഖ്യത്തിന്റെ സിംറ്റം അല്ലേ അത്തി എന്ന് പറയുന്നത്? ഇതിലെ ഫലം കൊണ്ടുവച്ച പരിക്കൾ സൗഖ്യമാകത്തില്ലേ? പിന്നെന്തിനാ നീ അതിനെ ശപിച്ചത്? യേശു പറഞ്ഞു, വേണ്ട, ഇനി സൗഖ്യത്തിന് നീ അത്തിയുടെ കീഴെ പോയി കെഞ്ചാൻ നിൽക്കണ്ട. എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നും ഇരിക്കുക. ഇനി വിടുതലിന് വേണ്ടി എവിടെങ്കിലും നീ കയറിയെടുക്കണ്ട, എന്തെങ്കിലും നേർച്ച കാഴ്ച നടത്തണ്ട, സൗഖ്യത്തിന് വേണ്ടി എന്തെങ്കിലും പണി ചെയ്യണ്ട, തീർത്ഥാടനം ചെയ്യണ്ട, മുട്ടുകുത്തണ്ട, നാട് മൊത്തവും ചെരുപ്പിടാതെ നടക്കണ്ട. ഇനി വിടുതലിന് വേണ്ടി എൻ്റെ ക്രൂശിനരികിലേക്ക് വന്നാൽ മതി. ഇന്ന് രാത്രി അത്തി ഒരു സിംറ്റമാ കേട്ടോ. മനുഷ്യൻ പോയി ഇന്നലകളിൽ മുട്ടുകുത്തി അഭയസാനം പ്രാപിച്ച പലതിൻ്റെ സിംറ്റമാണ് അത്തിയെങ്കിൽ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി അതിനെ വലിച്ചു ദൂരെ കളയുക. കാരണം ഇനി മനുഷ്യൻ വിടുതലിന് വേണ്ടി അവിടെ പോയി കെഞ്ചണ്ട, അതിൻ്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കണ്ട, അതിനുവേണ്ടി അത്തിപ്പഴത്തിന് വേണ്ടി നീ ഇന്ന് രാത്രി റിക്വസ്റ്റ് നടത്തണ്ട. യേശുവിലേക്ക് വന്നാൽ അവിടെ ഇന്ന് രാത്രി ഒരു സൗഖ്യമുണ്ട്. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ. അതുകൊണ്ട് യേശു അത്തിയെ ശപിക്കുക. അത്തിയെ ശപിക്കാനുള്ള 5ാമത്തെ റീസൺ മീഖായുടെ പുസ്തകം 4ാമത്തെ അധ്യായം അതിന്റെ 4ാമത്തെ വാക്യം വായിച്ചു നിർത്തുകയാണ്. മീഖായുടെ പുസ്തകം 4ാമത്തെ അധ്യായം അതിന്റെ 4ാമത്തെ വാക്യം. എന്തുകൊണ്ട് യേശു അത്തിയെ ശപിച്ചു? അവർ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും, അടിവരയിട്ടോ, അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. അവൻ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും പാർക്കും. അടുത്ത പദം, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സ്വസ്ഥതയ്ക്ക് വേണ്ടി. അമ്മാമേ, ഇനി ബൈബിളിൽ നോക്കണ്ട, എന്നെ നോക്കിക്കോ. സമാധാനത്തിന് വേണ്ടി, അങ്കളെ ഇച്ചിരി ആശ്വാസത്തിന് വേണ്ടി, ഒരിറ്റ് സ്നേഹത്തിനു വേണ്ടി,
ആയിരക്കണക്കിന് പ്രതിസന്ധികൾ വാഴുന്ന ഭൂമിയുടെ പരപ്പിൽ ഇവർക്കൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി, ഒന്ന് സ്വസ്ഥത കിട്ടാൻ വേണ്ടി, മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടി ഇവർ പോയിരിക്കുന്ന സ്ഥലം ആത്തിയുടെ കീഴെ. യേശുവേ, എന്തിനാ പിന്നെ അതിനെ ശപിച്ച് ദൂരെ കളഞ്ഞേ? അതിനെ ഉണക്കിയത് എന്തിനാ? ഇനി അവരെവിടെ പോയിരിക്കും ആശ്വാസത്തിന് വേണ്ടി? ഭയപ്പെടാതിരിക്കാൻ ഇനി അവരെവിടെ പോയിരിക്കും? കർത്താവ് പറഞ്ഞു, ഇനി ഭയപ്പെടാതിരിക്കാൻ അവരവിടെ അല്ല ഇരിക്കണ്ടേ, അവരിന്ന് രാത്രി എന്നിലേക്ക് വരട്ടെ. എൻ്റെ സമാധാനം ഞാൻ ലോകത്തിന് തന്നേച്ചും പോകുന്നു. അതും ലോകം തരുന്നത് പോലൊരു സമാധാനമല്ലെന്ന് യേശു പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നീ സ്വസ്ഥതയ്ക്ക് വേണ്ടി എവിടെങ്കിലും പോയി ഇരിക്കണ്ട. വാ, ഇന്ന് രാത്രി യേശുവിൻ്റെ അരികിലേക്ക്. കർത്താവ് അത്തിയെ ശപിച്ചത് ചുമ്മാതൊന്നുമല്ല, 5 ഡയമെൻഷനുകൾ കാണിക്കാൻ വേണ്ടിയാ, 5 റലങ്ങൾ വെളിപ്പെടാൻ വേണ്ടിയാ. പാപത്തിന്റെ പ്രതീകമാണ് അതിനെങ്കിൽ ഞാൻ വലിച്ചു ദൂരെ കളയാൻ പോവുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുന്നു, ഏതെല്ലാം വിഷയം എവിടെല്ലാം തിരമാലകൾ പോലെ ആഞ്ഞടിച്ചു വന്നാലും നിനക്ക് സൗഖ്യത്തിന് വേണ്ടി, നിനക്ക് സ്വസ്ഥതയ്ക്ക് വേണ്ടി, നിനക്ക് വിടുതലിന് വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി എങ്ങും നീ പോകണ്ട. ഈ രാത്രി യേശുവിലേക്ക് വരാൻ യേശു ശിഷ്യന്മാരെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കാം. അതിനെ ഇന്ന് രാത്രി ശപിച്ച് ദൂരെ കളയുക. എത്ര പേർ ഇന്ന് രാത്രി പറയും, ഞാൻ ഇന്ന് രാത്രി യേശുവിലേക്ക് വരാൻ പോവാ, ഞാൻ ഇന്ന് രാത്രി കർത്താവിലേക്ക് വരാൻ പോവാ? കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ മക്കളെ? യൗവനക്കാരൊക്കെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമോ? നിനക്ക് ഇന്ന് രാത്രി ഒരു നല്ല അഭയസ്ഥാനമുണ്ട്, ഒരു സങ്കേത നഗരമുണ്ട്. പഴയ നിയമത്തിനകത്ത് ഓടി ഒളിക്കുന്ന 6 സങ്കേത നഗരങ്ങൾ പോലല്ല ഇത്. പഴയ നിയമത്തിൽ കയറി പിടിക്കുന്ന കൊമ്പ് പോലല്ല ഇത്. ആലയത്തിനകത്ത് യാഗപീഠത്തിന്മേൽ ഉയർത്തിയിരിക്കുന്ന കൊമ്പിനകത്ത് നീ കയറി പിടിച്ച പ്രതികാരകന് നിന്നെ തൊടാൻ കഴിയത്തില്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് പേറി പിടിക്കാൻ ഒരു ക്രൂശിന്റെ ശക്തിയുണ്ട്. ഇന്ന് രാത്രി എത്ര പേര് പറയോ, ഈ പ്രഥമ രാത്രി ഞാൻ യേശുവിലേക്ക് അടുത്തു വരാൻ പോവുക, ആറ്റെല്ലാം തമ്പുരാൻ ശപിച്ച് ദൂരെ കളയാൻ പോവുക. മാനുഷികമായി ഇന്നലകളിൽ ഞാൻ അഭയസ്ഥാനം കണ്ടുകൊണ്ടിരുന്നത്, മാനുഷിക ശക്തിക്കകത്ത് ഇന്ന് രാത്രി ഞാൻ ഇന്നലകളിൽ ആശ്രയിച്ചു കൊണ്ടിരുന്നതിനെയല്ല എന്റെ ദൈവം വലിച്ചു ദൂരെ കളയാൻ പോവുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആവർത്തിച്ചു പറയുന്നു, ചിലർ രഥങ്ങളിലോ ചിലർ കുതിരകളിലും ആശ്രയം വയ്ക്കും. പക്ഷേ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ പറ, അധ്യാപകനായ യേശു പറഞ്ഞു പഠിപ്പിച്ച ദൂതിനെ ഇന്ന് രാത്രി കയറി പിടിച്ചിട്ട് പറ, ഞാനോ എന്റെ ദൈവമായി യഹോവയിൽ ഇന്ന് രാത്രി ആശ്രയിക്കോ. യേശുവിന്റെ നാമത്തിൽ എന്റെ കണ്ണുകൾ ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തോ. ഇന്ന് രാത്രി എത്ര പേർ ആത്മാവിൽ ദൈവത്തോട് പറയോ, എവിടെ നിന്നും എനിക്ക് സഹായം വരത്തില്ല, പക്ഷേ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് ഇന്ന് രാത്രി വെളിപ്പെട്ട് വരോ. എനിക്കൊരൊറ്റ സങ്കേത നഗരമേ ഉള്ളൂ, എനിക്കൊരൊറ്റ സൗഖ്യ സ്ഥലമേ ഉള്ളൂ, എനിക്കൊറ്റ പാപത്തിന്റെ പരിഹാരം ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. 1000 നേർച്ചകൾ എനിക്ക് കഴിക്കാനില്ല, എനിക്കൊരൊറ്റ യാഗമേ ഉയർത്താനുള്ളൂ. ആമേൻ. ഇന്ന് രാത്രി എന്റെ ശരീരം എന്ന യാഗമാണ്, അതിനകത്തൂടെ എന്റെ യേശുവിലേക്ക് ഇന്ന് രാത്രി ഞാൻ വരാൻ പോവാ. കർത്താവ് എനിക്ക് ഇന്ന് രാത്രി വിടുതൽ തരുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം കണ്ണുകൾ അടച്ച് ഇന്ന് രാത്രിയിൽ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ.